السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. وقال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. لو نزل القرآن تنزيلا على جبل لهد فإنه خشيان يعلو ولا يعلى لعمري إنه نور من الرحمن والبرهان. വിശുദ്ധ ഖുർആനാണ് വിഷയം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്ക് ചില മുൻധാരണകൾ ഉണ്ടായിരിക്കും. ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് നാം. വിശുദ്ധ ഖുർആൻ മാത്രമേ സത്യമുള്ളൂ എന്ന് അംഗീകരിക്കുന്നവരുമാണ് നാം. അതുകൊണ്ട് തന്നെ ഖുർആനിനെ കുറിച്ച് ഇനിയും എന്താണ് പഠിക്കാനുള്ളത് എന്ന ഒരു മുൻധാരണ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെ അറിയുക, ഖുർആനിനെ ജീവിതവുമായി ബന്ധിപ്പിക്കുക എന്നത് അവൻ്റെ ജീവിതത്തിലെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എത്ര തന്നെ അറിഞ്ഞാലും പഠിച്ചാലും വീണ്ടും വീണ്ടും ഒരുപാട് അറിയാനും പഠിക്കുവാനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുക. ഒരു വിശ്വാസി ജീവിതകാലം മുഴുവനും വിശുദ്ധ ഖുർആനിൻ്റെ വിദ്യാർത്ഥി മാത്രമാണ്. ആ നിലയിൽ മാത്രമേ വിശുദ്ധ ഖുർആനിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്രമാത്രം വിശാലമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ ലോകത്ത് വന്ന പണ്ഡിതന്മാർ പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല തലങ്ങളിൽ ദാർശനികമായ, താത്വികമായ, ചിന്താപരമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് നമുക്ക് കാണാം. ഒരുപക്ഷെ നമ്മുടെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: സാധാരണക്കാരനായ എനിക്ക് ഈ ഖുർആൻ എങ്ങനെ പ്രയോജനപ്പെടും? എൻ്റെ ജീവിതവുമായിട്ട് ഇതിനെന്താണ് ബന്ധം? അത് വലിയ വലിയ ഉലമാക്കൾക്ക്, വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ലേ? പൊതുവെ ഒരു സാധാരണ മുഅ്മിനിന്റെ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ധാരണയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് ഇത്. എനിക്ക് പറഞ്ഞതല്ല, ഖുർആനുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല, അതിനൊക്കെ ഒരുപാട് വിവരവും ഒരുപാട് ബുദ്ധിയുമൊക്കെ ഉണ്ടായിരിക്കണം എന്നൊരു ധാരണ നമ്മുടെയൊക്കെ മനസ്സുകളിൽ പലപ്പോഴും ഉണ്ടായിരിക്കാനിടയുണ്ട്. ആ ഒരു ധാരണ മാറി
നമ്മുടെ ജീവിതവുമായിട്ട് വിശുദ്ധ ഖുർആനിനെ ബന്ധിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിത്യജീവിതത്തിൽ ഖുർആനിനെ എങ്ങനെ അനുഭവിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഖുർആനിനെ എങ്ങനെ ആസ്വദിക്കാം, എങ്ങനെ അടുത്തറിയാം, ഖുർആനിൻ്റെ ഒരു സഹവാസിയായിട്ട് അഹ്ലുൽ ഖുർആനായിട്ട് നമുക്കെങ്ങനെ മാറാൻ കഴിയും എന്നത് തീർച്ചയായിട്ടും നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഖുർആൻ, എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന ചോദ്യത്തിന് ഖുർആൻ ചില വാക്കുകളിലൂടെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. അതിൽ 2 വാക്കുകൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. നമുക്കറിയുന്ന വാക്കുകൾ തന്നെയാണ്. അതിലൊന്ന് ഹുദൽ ലിന്നാസ് എന്ന വാക്കാണ്. വിശുദ്ധ ഖുർആൻ ഹുദയാകുന്നു, വിശുദ്ധ ഖുർആൻ സന്മാർഗമാകുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് തരത്തിലാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് എനിക്കത് സന്മാർഗമാകുന്നത് എന്നതിലേക്ക് പലപ്പോഴും നാം എത്തിച്ചേരാറില്ല എന്നതാണ് നാം അനുഭവിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നം. വിശുദ്ധ ഖുർആൻ വഴികാട്ടിയാണ് എന്നാണല്ലോ സന്മാർഗം എന്ന് പറയുമ്പോൾ. ഹുദ അത് ഗൈഡാണ്, ഗൈഡൻസ് ആണ് എന്ന് മനസ്സിലാവും. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകളെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ടൂറിസ്റ്റുകൾ ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത നാടുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും, ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയും. അവർക്ക് എത്തേണ്ട നാടുകളെക്കുറിച്ച്, ആ നാടുകളിൽ എത്തിച്ചേരാനുള്ള എളുപ്പമാർഗങ്ങളെക്കുറിച്ച് ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. എങ്ങനെ എത്താൻ കഴിയും, എങ്ങനെ അവിടെ തിരിച്ചെത്താൻ കഴിയും, ഇത്തരം കാര്യങ്ങൾ. കാരണം അവരുടെ യാത്ര ഒരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്, സമയബന്ധിതമായ ഒരു യാത്രയാണ്. നിശ്ചിത കാലത്തേക്കുള്ള വിസയാണ് അവരുടെ കൈവശം ഉണ്ടാകാം, നിശ്ചിത സമയത്ത് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിച്ചേരേണ്ട ഇടങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിലേ അവർക്ക് കൃത്യസമയത്ത് യാത്ര പൂർത്തീകരിച്ച് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഇതിനുവേണ്ടി അവരെപ്പോഴും അവരുടെ കയ്യിൽ ഒരു ഗൈഡ് സൂക്ഷിച്ചു വെക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആരാ, ഞാനും നിങ്ങളും ആരാ? നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് വന്ന് നിശ്ചയിച്ച സമയത്ത് തന്നെ തിരിച്ചു പോകേണ്ടവരായ യാത്രക്കാരാണ്, അല്ലേ? നിശ്ചിതമായ ഒരു കാലത്തേക്ക് വന്നവരാണ് നമ്മൾ. അതിനിടയിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഏതൊക്കെ തലങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക? പ്രകൃതിപരമായി, ശാരീരികമായിട്ട് പറയുമ്പോൾ, നമ്മുടെ ആയുസ്സുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നാം പിന്നിട്ട് പോകുന്നുണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യുവത്വം, അങ്ങനെ മധ്യവയസ്സ്, വാർദ്ധക്യം, മരണം, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത ഘട്ടങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളുമായിട്ട് നാം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മകനായി, മകളായി, ഭാര്യയായി, ഭർത്താവായി, സഹോദരനായി, സഹോദരിയായി, ഉമ്മയായി, വാപ്പയായി, വലിയുമ്മയായി, വലിയുപ്പയായി, ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നാം പിന്നിട്ടുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് മാർഗദർശനം ആവശ്യമുണ്ടോ ഇല്ലയോ? കൃത്യമായ വഴികാട്ടിയില്ലാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയാം? ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പദവികളും ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ മേഖലകളാണ്? ഒരു കുടുംബിനിയായി, കുടുംബനാഥനായി, കച്ചവടക്കാരനായി, കർഷകനായി, അധ്യാപകനായി, ഉദ്യോഗസ്ഥനായി, ഭരണാധികാരിയായി, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നേതാവായി, നീതനായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രകളിൽ നമുക്ക് വഴികാട്ടി ആവശ്യമുണ്ടോ ഇല്ലയോ? ഇത്രയും ആലോചിക്കണ്ടുള്ളൂ. ഒരു വഴികാട്ടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കും, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ സ്വയം തന്നെ കണ്ടെത്തിക്കൊള്ളും എന്ന് പറയും. പക്ഷെ മനുഷ്യന്റെ അറിവ് എത്ര പരിമിതമാണ്, വളരെ പരിമിതമല്ലേ? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, നിങ്ങൾക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. ഓർത്തു നോക്കൂ, സ്വന്തം പിൻഭാഗം കണ്ടവരെത്ര പേരുണ്ട്? കാണാൻ കഴിയോ? സാധ്യമല്ല.
എൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗം എനിക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ പിന്നിൽ കണ്ണാടി വെച്ച് വളരെ ബുദ്ധിമുട്ടി ഞാൻ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. പക്ഷെ എൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് എൻ്റെ പിൻഭാഗം എനിക്ക് കാണാൻ കഴിയില്ല. ഇതെന്തൊരു പരിമിതിയാണ്. എൻ്റെ കാതുകൊണ്ട് കേൾക്കാം, പക്ഷെ ഒരു പരിധിക്കപ്പുറമുള്ളത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഈ ചുമരിനപ്പുറം എന്ത് സംഭവിക്കുന്നു എനിക്ക് കാണാൻ കഴിയുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഇതല്ലേ നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അറിവ് അവനെ ബോധ്യപ്പെടുത്തുന്നത് നിനക്ക് അറിവില്ല എന്ന അറിവാണ്. ഇതാണ് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയും തോറും നമ്മുടെ അറിവുകേട് കൂടുതൽ കൂടുതൽ നമുക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇവിടെയാണ് തീർച്ചയായും നമുക്കൊരു മാർഗദർശനം അനിവാര്യമായി തീരുന്നത്. ഒരു മാർഗദർശനം കൂടെ ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വമല്ലം യജാലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. വിശുദ്ധ ഖുർആനിൽ ചില അവസാന വാക്കുകളുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. ചില അവസാന വാക്കുകൾ, വമല്ലം യജാലില്ലാഹു ലഹു നൂറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് പ്രകാശം നൽകിയില്ലയോ, ഫമാ ലഹു മിൻ നൂർ, അവന് പിന്നെ വെളിച്ചമേതുമില്ല, അവന് പിന്നെ വെളിച്ചമേതുമില്ല. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ വഴികേടിൽ അകപ്പെടുത്തിയോ അവന് പിന്നെ വഴികാട്ടിയേതുമില്ല. ഖുർആൻ പറയാൻ വഴികാട്ടിയേതുമില്ല. ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ല. അന്വേഷിച്ചോളൂ, പക്ഷെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കഴിയുമെങ്കിൽ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് നീ നിന്റെ യോഗ്യത വെളിപ്പെടുത്തൂ. അതല്ലെങ്കിൽ ചക്രവാളങ്ങളിലേക്ക് ഉയർന്ന് നീ അള്ളാഹുവിന്റെ ഈ ഭൂമിയുടേതായ അതിർവരമ്പുകൾ ലംഘിച്ചു പോയിക്കൊള്ളൂ. പക്ഷേ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അവിടെയും പടച്ച തമ്പുരാന്റെ കഴിവ് നിന്റെ കൂടെ ഉണ്ടെങ്കിലേ കഴിയും, അല്ലാതെ നിനക്ക് സാധ്യമല്ല. ഇങ്ങനെയാണ് മനുഷ്യനെ കുറിച്ച് അള്ളാഹു നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അവസാന വാക്ക്, ഒരു വഴികാട്ടി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അള്ളാഹുവിന്റെ വെളിച്ചമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ശക്തിയായിട്ട് നമ്മൾ ഉണർത്താണ്. ഇതാണ് ഹുദ എന്ന വാക്കിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനിയും പറയാം, ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. അല്ലേ, നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ റമദാനുമായി ബന്ധപ്പെട്ട് ഓതും. എല്ലാ ജീവിത പ്രശ്നങ്ങളുടെയും വിശദാംശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. മാത്രമല്ല ഇത് വേർതിരിക്കുന്നതാണ്, നന്മ തിന്മകളെ വേർതിരിക്കുന്നത്, സത്യത്തെ അസത്യത്തെ വേർതിരിക്കുന്നത് എന്ന നിലക്ക് നാം ആ വാക്കിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു ഉപകരണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇലക്ട്രോണിക് ഉപകരണം മൊബൈലോ മറ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് ചെന്നാൽ ആ കടക്കാരൻ ആദ്യം നമ്മുടെ കയ്യിൽ എന്താ തരിക? ഒരു പേപ്പർ തരും, കാറ്റലോഗ് അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഉപകരണത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഈ ഉപകരണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിൻ്റെ വിശദാംശങ്ങളായിരിക്കും ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ഉപകരണത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉപയോഗിച്ചാൽ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടും, എങ്ങനെ ഉപയോഗിച്ചാൽ ഇത് കേടായി പോകും എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അതിലുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ആ വസ്തു നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന, ആ ഉപകരണം വാങ്ങിക്കുക. അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി ഏതാ? ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ നാം മനുഷ്യനെ പടച്ചു. മനുഷ്യനാണ് ഈ ദുനിയാവിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി. ഏറ്റവും അത്ഭുതകരമായ ഗുണങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടി മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. ഈ മനുഷ്യരാണ് ഞാനും നിങ്ങളൊക്കെ. ഞാനാകുന്ന ഈ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, കൈ, കാല്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. അത്ഭുതപ്പെട്ടു പോവാണ് കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ. ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് എൻ്റെ കയ്യോ കാലൊക്കെ പ്രവർത്തിക്കുകയാണല്ലോ, അല്ലേ? നോക്കണമെന്ന് കരുതുമ്പോഴേക്ക് എത്ര നിറങ്ങളാണ് എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത്ഭുതകരമല്ലേ മനുഷ്യ സൃഷ്ടിപ്പ്? അത്ഭുതകരമാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ അത്ഭുതകരമായ ഈ ഉപകരണത്തെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? എങ്ങനെ ഉപയോഗിക്കാം? വളരെ നിസ്സാരമായ മനുഷ്യൻ നിർമ്മിച്ച ഒരു ഉപകരണം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കടലാസ് വേണം. ഇതെങ്ങനെ തിരിക്കണം, എങ്ങനെ തുറക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനൊരു കടലാസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതേ സമയത്ത് നാം നമ്മെ ഉപയോഗിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ്, ഒരു ഗൗരവവും ഇല്ല. ഇപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്, കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ അല്ലേ? ഇപ്പോഴത്തെ മുദ്രാവാക്യാണ്. കാണൂ കാണൂ കണ്ടുകൊണ്ടേയിരിക്കും, പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്നത്തെ ലോകം. ഒന്നിനും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത അങ്ങേയറ്റം കുത്തഴിഞ്ഞു പോയൊരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണിനെ, എൻ്റെ കാതിനെ, എൻ്റെ നാവിനെ, എൻ്റെ ഈ ശരീരത്തെ ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത വിധത്തിലാണ് നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിശ്ചയം കേൾവി, നിന്റെ കേൾവി, അതേപോലെ നിന്റെ കാഴ്ച, നിന്റെ കണ്ണ്, നിന്റെ ബുദ്ധിശക്തി, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, നിശ്ചയം എല്ലാം ചോദിക്കപ്പെടുന്നതാണ്. എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, എല്ലാം ചോദിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുന്നു. ഇവിടെയാണ് അൽ ഫുർഖാൻ എന്ന വാക്കിന്റെ പ്രസക്തി. ഞാൻ ഒരു കാര്യം കാണുമ്പോൾ അത് കാണാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന വിവേചന ബോധം തീർച്ചയായും ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കേൾക്കുമ്പോഴും പറയുമ്പോഴും അതൊരുപക്ഷെ നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ഉണ്ടല്ലോ, മൊബൈലിലൊക്കെ നിരന്തരം മെസ്സേജ് വരികയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വിടുന്നത് അല്ലേ? എന്തൊരു കാലമാണിത്, ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് അൽ ഫുർഖാൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഓരോ ഇടപാടിലും വിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ ഒന്നുകൂടി നാം വായിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. നമ്മൾ ഖുർആനിലെ അത്തരത്തിലുള്ള വചനങ്ങളെ കുറിച്ച് പലപ്പോഴും ഓതിപ്പോവുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. പരലോകവുമായി ബന്ധപ്പെടുത്തിയൊക്കെ വായിക്കാറില്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്നൊക്കെ നമ്മൾ ഓതും. അപ്പം അത് പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? വായകൾ മൂടിക്കെട്ടുകയും കൈകൾ വർത്തമാനം പറയുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ ഉപകരണങ്ങളെ, നമ്മുടെ അവയവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് അതിനനുസരിച്ചായിരിക്കില്ലേ അതിൻ്റെ പ്രയോജനം പരലോകത്ത് സംഭവിക്കാം. അതിൻ്റെ റിസൾട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഉണ്ടാവുക. അവിടെയാണ് അൽ ഫുർഖാൻ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടേണ്ടത് എന്ന് മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ കൂടെ ഇല്ലാതെ നാം എങ്ങനെ ഒരടി മുന്നോട്ട് വെക്കും? കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകാൻ തീരുമാനിച്ചത് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. വായ്ക്കകത്തുള്ള നാവ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? നിനക്ക് എത്ര വാക്കുകളും പറയാം, ആയിരക്കണക്കിന് വാക്കുകൾ പറയാം. പക്ഷെ അതിലൊന്ന് പിഴച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യം പിഴച്ചുപോയി, നിയ്യത്ത് മാറിപ്പോയി. അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് നീ നിന്നെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നാം പഠിപ്പിക്കുകയാണ്. അപ്പം ഇത് ഉസ്താദന്മാർക്കും ആലിമീങ്ങൾക്കും മാത്രം മതിയാം പോരാ, എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. ഓരോ മനുഷ്യനും തൻ്റെ കൂടെ ഒരു ഗൈഡായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യർക്ക് വേണ്ടിയാണ് അവതരിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നിരന്തരം ഉണർത്തുന്നത്. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, മനുഷ്യനെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അത്രേ വിശുദ്ധ ഖുർആൻ എന്ന് പടച്ച തമ്പുരാൻ പറയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ വല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഈ ഖുർആനിന് ശേഷം ഇനി ഏത് വചനമാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഫബിഅയ്യി ഹദീസ്, ഇനിയും ഏത് വചനമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനിയും എന്തും കാത്താണ് നിങ്ങൾ കഴിയുന്നത്? ഇനി വല്ലതും വരുമോ? അന്ത്യപ്രവാചകൻ അവതരിച്ചു, അന്ത്യവേദ പുസ്തകം അവതരിച്ചു കഴിഞ്ഞു. കാലം അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇനിയും എന്താണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ,
ഈ ഖുർആനിന് ശേഷം ഇനിയും ഏതിലാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം പടച്ചതമ്പുരാൻ ചോദിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, നിങ്ങൾ എന്താണ് ഈ വചനത്തിൽ നിന്ന് വഴുതി മാറിക്കളയാൻ ശ്രമിക്കുന്നത്? മുദ്ഹിൻ, എണ്ണയിട്ടവനെ പോലെ. ചില കള്ളന്മാര് പിന്നെ പിടികിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ മുഴുവനും കുഴമ്പിട്ടിട്ട് കക്കാനിറങ്ങും, മോഷ്ടിക്കാനിറങ്ങും, അല്ലെ, പിടികിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് വഴുതിക്കളയാൻ ശ്രമിക്കുന്നത്? പിടികൊടുക്കുന്നില്ലല്ലോ, രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം പറയുമ്പോഴും അവനവനെ ഒഴിച്ചു നിർത്തി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു മനസ്സിലെ വയല് കേൾക്കുമ്പോഴും കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കും. എന്തിനാ? അവനുണ്ടോ നോക്കാൻ, അല്ലെങ്കിൽ അവളുണ്ടോ? ഇത് അവളാണ് കേൾക്കേണ്ടിയിരുന്നത്. ആര്? അവള്. ഏതോ ഒരാൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇത് അവൾക്ക് ഫിറ്റായ കാര്യമാണ്. അവൾ കേട്ടെങ്കിൽ അവൾ നന്നായനെ. അവളുണ്ടോ നമ്മൾ സദസ്സിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പം ഞാനോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെയാണ് നാം അടിസ്ഥാനപരമായിട്ട് ചില നിലപാടുകളിൽ എത്തിച്ചേരേണ്ടത്. ഈ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. എങ്കിലേ ഈ വചനം നമ്മോട് പ്രതികരിക്കുള്ളൂ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മുസ്ലിം സമുദായത്തിൻ്റെ ഖുർആനിനോടുള്ള സമീപനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ അവസ്ഥയല്ല, എന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കണം. ഇമാം അവർകൾ ഒരു തോട്ടക്കാരൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തോട്ടം തൊഴിലാളി. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഈ തോട്ടക്കാരന് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. തോട്ടം ഭംഗിയായി സൂക്ഷിക്കണം, തോട്ടത്തിലെ കളകൾ പറിച്ചു കളയണം, ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ചേർക്കണം, അനധികൃതമായിട്ട് ആരെയും പ്രവേശിപ്പിക്കരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിരിക്കുക ഷീറ്റിൽ. ഈ തോട്ടക്കാരൻ എല്ലാ ദിവസവും തോട്ടത്തിൻ്റെ മുമ്പിൽ അയാൾക്കുള്ള ഇരിപ്പിടത്തിൽ വന്നിരിക്കും, കാലത്ത് വന്നിരിക്കും. എന്നിട്ടോ പോക്കറ്റിൽ നിന്ന് ഈ ഷീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ഇയാൾ വായിക്കാൻ തുടങ്ങും. തോട്ടം ഭംഗിയായി സൂക്ഷിക്കണം, വെള്ളം ഒഴിക്കണം, വളം ചേർക്കണം, എല്ലാ കാര്യങ്ങളും വായിക്കും. എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പോക്കറ്റിലേക്ക് ആ ഷീറ്റ് വെക്കും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ അയാൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇമാം അവർകൾ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടാകും ആ തോട്ടം? എന്തായിരിക്കും ആ തോട്ടത്തിൻ്റെ അവസ്ഥ? ആകെ കളകളും ഇഴജന്തുക്കളും ഒക്കെ ആയിട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിൽ നശിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തുൽ ഖരീബ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഒരാളുടെ മനസ്സിൽ ഇല്ലെങ്കിൽ അയാൾ കൽ ബൈത്തുൽ ഖരീബ്, തകർന്നു പോയ വീട് പോലെയാണ്. അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു തകർന്ന വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? കുടിക്കാൻ കിട്ടില്ല. ഒരു അഭയം കിട്ടുമോ? മഴയത്ത് കയറി നിൽക്കാൻ, വെയിലത്ത് തണൽ നേകാൻ ആ തകർന്ന വീടിന് കഴിയുമോ? ഇല്ല. ഒരുപക്ഷെ അവിടെ ഇഴജന്തുക്കളും മറ്റുമൊക്കെ നിറഞ്ഞിരിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നും അല്പമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാത്ത, ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്താത്ത ആളുകളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അയാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. എന്ന പോലെയല്ലേ ഒരു സഹോദരനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ തോന്നുക, ഒരു സലാം പറയുക, അല്ലേ? പക്ഷെ അതിൽ നിന്ന് പോലും നമ്മൾ അന്യരായി പോകുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്ന് അകലുമ്പോൾ മനുഷ്യനിലെ പ്രകൃതിപരമായ നന്മകൾ പോലും ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. കൽ ബൈത്തുൽ ഖരീബ്, തകർന്നടിഞ്ഞ വീട് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്. പിന്നെ എന്താ ചെയ്യുക? എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും? ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാനും ഖുർആനും തമ്മിൽ എന്ത്? ഇതാണ് നമ്മുടെ ചർച്ച. ഞാനും ഖുർആനും തമ്മിൽ എന്ത്? വിശുദ്ധ ഖുർആനുമായിട്ട് എനിക്ക് എങ്ങനെ അടുക്കാൻ കഴിയും? ഖുർആനിനെ എനിക്ക് എങ്ങനെ എൻ്റേതാക്കി മാറ്റാൻ കഴിയും? അത് കഴിയുമോ ഇല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ എത്ര ഖുർആനാണ്? ഒരുപാട് ഖുർആനില്ലേ? നമ്മുടെ ഷെൽഫിൽ, ഷോക്കേസിൽ ധാരാളം ഖുർആൻ നമ്മൾ വെച്ചിട്ടുണ്ടാവും, അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ പറയും, കാരണവന്മാരൊക്കെ പറയില്ലേ, ഈ ഖുർആൻ ഞാൻ 1ാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നാണ്, ഇത് പിന്നെ ഉംറക്ക് പോയപ്പോൾ കൊണ്ടുവന്ന്, ഇത് 2ാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നൊക്കെ പറയും. സന്തോഷത്തോടെ പറയാണ്, സംതൃപ്തിയോടെ പറയാണ്, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത്?
എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാൻ പോലും നമ്മുടെ സമൂഹം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖുർആനിനെ എങ്ങനെ സമീപിക്കണം, നമ്മുടെ സമുദായം ഖുർആനിനെ എങ്ങനെയൊക്കെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ലളിതമായ ഒരു തമാശ പറയാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ചിപ്പോൾ ഒരു കടൽക്കരയിലേക്ക് പോകാം, വടകര കടപ്പുറത്തേക്ക് പോകാം. നമ്മൾ ഒന്നിച്ച് വാഹനത്ത് കയറിയിട്ട് പോവാൻ. കടപ്പുറത്തെത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യാം? കുറച്ച് ആളുകൾ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് കടലൊക്കെ വാങ്ങിച്ചിട്ട് കടൽക്കരയിൽ നിന്ന് അതിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. കടല കുറിച്ചുകൊണ്ടിങ്ങനെ സമയം കളയാണ് ചെയ്യാം. അവർ കടലിലേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല. കരയിലിരുന്ന് കടല കുറിച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ചില ആൾക്കാർ ഈ കടലിനെ കണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അത്ഭുത സ്തബ്ധരായി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ചില ആൾക്കാർ കടലിലേക്ക് അല്പം ഇറങ്ങിച്ചെന്ന് തീരവുമായിട്ട് സല്ലപിക്കും. ചിലര് കാലിലെ പെരുവിരൽ കൊണ്ട് മണലിൽ ചിത്രം എഴുതിയിട്ട് അത് തിര മായ്ച്ചു കളയുന്നത് നോക്കി നിൽക്കും. വേറെ ചില ആൾക്കാരോ ചിലരല്പം കൂടി കടലിലേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോൾ കുളിച്ചെന്നിരിക്കും. ചിലർ തിരയോടൊപ്പം ഓടിക്കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയും കയറുകയും ചെയ്യും. ചിലരുണ്ടല്ലോ അതിസാഹസികരായ ചിലർ അക്കരെ വരെ നീന്താൻ ശ്രമിക്കും. വലിയ വലിയ സമുദ്രങ്ങളൊക്കെ നീന്തിയിട്ട് റെക്കോർഡിട്ട ആളുകളില്ലേ എന്ന പോലെ. വളരെ അപൂർവം ചിലർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുത്തും പവിഴവും വാരിയെടുത്തെന്നിരിക്കും. വളരെ അപൂർവം ചിലർ മാത്രം. നിങ്ങൾ ഇതിലേത് ഗണത്തിലാണ് പെടുക? നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടും? നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം. വിശുദ്ധ ഖുർആൻ അറിവിൻ്റെ മഹാസാഗരമാണ്. വിശുദ്ധ ഖുർആൻ അറിവിൻ്റെ പാരാവാരമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ നാം ആരാണ്? നാം എങ്ങനെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്? ഖുർആൻ നമ്മുടെ പുറകിൽ ഷെൽഫിലുണ്ട്. അതിൻ്റെ മുമ്പിൽ നാം ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് വർത്തമാനം പറയും. എന്താ പറയാ? എന്തൊക്കെയോ നാട്ടുവർത്തമാനങ്ങൾ പറയാൻ. അപ്പോൾ കടലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കടല കുറിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ നാട്ടുവർത്തമാനം പറഞ്ഞിട്ട് കടല കുറിക്കാൻ. ഇതല്ലേ സംഭവിക്കാം? ഇതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് തിരയുമായി സല്ലപിക്കുന്ന ഏർപ്പാടാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് തിരയോടൊപ്പം പോകും, പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് കയറിക്കളയും. കാല് നനയോ എൻ്റെ തുണി നനഞ്ഞു പോകുമെന്ന് ഭയന്നിട്ട് പെട്ടെന്ന് ഓടിയിട്ട് തിരിച്ചിങ്ങോട്ട് കയറും. ഇവരാരാ? അത്യാവശ്യം നിസ്കരിക്കാൻ വേണ്ടി മാത്രം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഒരൊറ്റ ഓടി കയറലാണ്. പിന്നെ അവസാനത്തെ ഖുൽ ഹുവല്ലാഹു അഹദിലേക്കോ ഇന്നാഅതൈനാക്കൽ കൗസറിലേക്കോ നമ്മൾ തിരിച്ചു ചെല്ലും. ഇതാണ് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം. അപൂർവം ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, സാഹസികരായ ചിലർ. അവർ അക്കരെ വരെ നീന്തിപ്പോകുന്നവരാണ്. അവർ ഖുർആനിനെ മനഃപ്പാഠമാക്കുന്നവരാണ്, ഹാഫിളുകളാണ്. അക്കരെ വരെ അവർ നീന്തും, അതുപോലെ ഇക്കരയ്ക്ക് നീന്തി വരും. ആഴങ്ങളിലേക്ക് പലപ്പോഴും അവർ ഇറങ്ങിച്ചെല്ലുന്നില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമായിരിക്കും വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതല്ലേ സംഭവിക്കുന്നത്? അതിനാൽ നാം ആരാണ്, നാം ആരായിത്തീരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. അതുണ്ടെങ്കിൽ മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തോട് പ്രതികരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് യൂസുഫ് അൽ ഖർലാവിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, കൈഫ നതആമലു മഅൽ ഖുർആൻ. നാം വിശുദ്ധ ഖുർആനിനെ എങ്ങനെ സമീപിക്കണം, ഖുർആനിനെ എങ്ങനെ സമീപിക്കണം എന്നതാണ് അതിലെ വിഷയം. വിശുദ്ധ ഖുർആനിനെ എങ്ങനെ നമുക്ക് നമ്മിലേക്ക് അടുപ്പിച്ച് നിർത്താം, ഖുർആനിനെ ഏതർത്ഥത്തിലാണ് ഉൾക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം. അതേപോലെ തന്നെ വലിയ ചിന്തകനായിരുന്ന ഖുറം മുറാദിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഖുർആനിലേക്കുള്ള യാത്ര എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ചെലുത്തേണ്ട സ്വാധീനം എത്രയാണ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ഖുർആനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഖുർആനിനെ എങ്ങനെ സമീപിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഖുർആനിനെ എങ്ങനെ സമീപിക്കണം? ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗ്രന്ഥമായിട്ട്, പല ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ലൈബ്രറിയിലും ഷെൽഫിലും ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഖുർആൻ മാറിയിട്ടുണ്ട്. അപ്പം അതിനെ ഒരു ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ മാത്രമാണ് നാം പലപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് ഞാനും ഖുർആനും തമ്മിൽ എന്ത് എന്ന കാഴ്ചപ്പാടിൽ ഖുർആനിനെ സമീപിക്കുവാൻ പലപ്പോഴും മുഅ്മിനീങ്ങളായ നാം തന്നെ ശ്രമിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ ഖുർആനിനെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ചുള്ള ഒരു പ്രയോഗമുണ്ട്.
വേദക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. വേദക്കാരിൽ ഒരു വിഭാഗം ആളുകൾ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി, ഈ വേദഗ്രന്ഥത്തെ യത്ലൂനഹു അവർ തിലാവത്ത് ചെയ്യുന്നു, ഹഖ്ഖ തിലാവത്തി അതിനെ തിലാവത്ത് ചെയ്യേണ്ട വിധം തിലാവത്ത് ചെയ്യുന്നു എന്നൊരു പ്രയോഗം കാണാം സൂറത്തുൽ ബഖറയിൽ. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി. സാധാരണഗതിയിൽ തിലാവ എന്ന വാക്കിന് നാം പാരായണം എന്ന് പറഞ്ഞ് ഒഴുക്കൽ മട്ടിലങ്ങ് കടന്നു പോകും. ഖിറാഅ എന്ന് പറയും പോലെ പാരായണം എന്ന അർത്ഥത്തിൽ പറഞ്ഞു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ തിലാവ എന്നത് പാരായണത്തിനും അപ്പുറം വലിയൊരു ആശയമാണ്. വലിയൊരു ആശയം അതിന് പിന്നിലുണ്ട്. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ. കണ്ടില്ലേ? ഇദാ തലാഹ, സൂര്യനും പകൽ വെളിച്ചവുമാണ്. അതിനെ പിന്തുടരുന്ന തലാഹ, അതിനെ പിന്തുടരുന്ന ചന്ദ്രനും. തലാ, പിന്തുടരുക എന്നാണ് അവിടെ അർത്ഥം. ഇതേ വാക്ക് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. അല്ലാഹുവിൽ നിന്നുള്ള ദൂതൻ വിശുദ്ധമായ ഏടുകൾ യത്ലൂ പാരായണം ചെയ്യുന്നു, ഓതി കേൾപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും, പോരാ. വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ അനുധാവനം ചെയ്യുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ സഞ്ചരിക്കുമ്പോൾ വലിയ ഒരു സമൂഹം അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ കാഴ്ചപ്പാടിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ നാം അംഗീകരിക്കുവാനും അനുധാവനം ചെയ്യുവാനും സന്നദ്ധമാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ കേവലം ഒരു അറിവായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഖുർആൻ പ്രത്യേകിച്ച് നമ്മിൽ ഒരു പ്രതികരണവും സൃഷ്ടിക്കില്ല, പ്രത്യേകിച്ച് ഒന്നും സൃഷ്ടിക്കില്ല, കേവലം ഒരു അറിവ്. ആ നിലയിൽ ഒരുപക്ഷെ ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നുണ്ട്, അതുപോലെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. പണ്ട് 6-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു പ്രവാചകൻ വന്നിരുന്നു. ആ പ്രവാചകന്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം അനുസരിച്ച് ഒരു സമൂഹം സഞ്ചരിച്ചു. അങ്ങനെ അവര് അങ്ങേയറ്റം ഇരുണ്ട, അങ്ങേയറ്റം അപരിഷ്കൃതമായ പശ്ചാത്തലത്തിൽ നിന്ന് വിശുദ്ധമായ സംസ്കൃതമായ ഒരവസ്ഥയിലേക്ക് മാറി എന്ന നിലക്ക് പഠിക്കാൻ എല്ലാവർക്കും കഴിയും. എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ഹെഡ് ഒരു അമുസ്ലിം സുഹൃത്താണ്. പറയുന്നത് ആ നിലക്ക് കേവലമായ ഒരു ചരിത്ര പഠനമാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. കുറേ അറിവുകൾ നമുക്ക് ലഭിച്ചേക്കാം, പക്ഷെ അതിനപ്പുറത്ത് വിശുദ്ധ ഖുർആനും ഞാനും തമ്മിൽ എന്ത് എന്നിടത്തേക്ക് അപ്പോഴും നമുക്ക് എത്താൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ ഒരു വചനത്തിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഖുർആനിനെ സമീപിക്കേണ്ടത്, ഖുർആൻ എങ്ങനെയാണ് നമ്മിൽ പ്രതികരണം സൃഷ്ടിക്കേണ്ടത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു തആല അതിവിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ മുതശാബിഹം മസാനി, അത് പരസ്പര സാദൃശ്യമുള്ളതാണ്, ഒന്ന് മറ്റൊന്നിനെ വ്യാഖ്യാനിക്കും വിധത്തിൽ പരസ്പര ബന്ധിതമാണ്, യാതൊരു വൈരുദ്ധ്യങ്ങളും ഇല്ലാത്ത വിധം വ്യക്തതയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അത് നിരന്തരം ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നതാണ്. ഒരേ വിഷയം തന്നെ നിരന്തരം ആവർത്തിച്ച് മനുഷ്യ മനസ്സുകളിൽ വളരെ ശക്തമായിട്ട് ആഞ്ഞു തറയ്ക്കുന്ന ശൈലിയിലുള്ള വചനങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. എന്നിട്ടോ തഖ്ശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലി അല്ലെങ്കിൽ അവരുടെ ശരീരം ആകെ വിറകൊള്ളുന്ന അവസ്ഥയാണ് ഈ ഖുർആൻ അവരിൽ സൃഷ്ടിക്കുക. തഖ്ശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله, പിന്നെ മെല്ലെ മെല്ലെ അവരുടെ മനസ്സും അവരുടെ ശരീരവും അല്ലാഹുവെ കുറിച്ചുള്ള ദിക്റിൽ വിലയിതമാകുന്ന, അതിൽ തരളിതമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനിൽ സൃഷ്ടിക്കുന്ന വളരെ വ്യക്തമായ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു മാറ്റം നമ്മിൽ ഉണ്ടാകാറുണ്ടാവും. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരുപാട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്, വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നവരാണ്. ഖുർആൻ മാത്രമാണ് എൻ്റെ വിമോചനത്തിൻ്റെ എല്ലാ വിജയങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സ്വർഗത്തിൻ്റെയും വഴി എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മിൽ ഉണ്ടാവാറുണ്ടാവും.
വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അവർക്ക് അവൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, തിലാവത്ത് ചെയ്യപ്പെടുമ്പോൾ അവരിൽ ഈമാൻ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇമാം അവറുകൾ വളരെ വൈകാരികമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളും കരഞ്ഞു പോകും. ഹറമിലെ ഇമാമിൻ്റെ ഓത്തൊക്കെ കേൾക്കുമ്പോൾ ഇല്ലേ, ചിലപ്പോൾ കരഞ്ഞു പോകും. അതൊരു വൈകാരികമായൊരു തലമാണ്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ കരയുവിൻ, അല്ലെങ്കിൽ കരയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുവിൻ, അല്ലെങ്കിൽ കരയിക്കുവിൻ എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വൈകാരികത എങ്ങനെ നമ്മൾ സൃഷ്ടിക്കാൻ കഴിയാം? ഇത്ര കാലമായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട് എന്നിൽ ഖുർആൻ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ പറയാം, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഹൃദയങ്ങളും ശരീരങ്ങളും ഒരുപോലെ അല്ലാഹുവിൽ വിലയം പ്രാപിച്ച് ലയിച്ചു ചേർന്ന് തരളിതമാകുന്ന വല്ലാത്തൊരനുഭൂതി വിശേഷത്തെക്കുറിച്ചാണ് പടച്ചതമ്പുരാനോട് പറയുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹിയുടെ അടുക്കൽ ഒരിക്കലും ഒരാൾ വന്നു, ഇമാം, ഞാൻ ഒരുപാട് ഓതി നോക്കി ഖുർആന്, പക്ഷെ എന്നിൽ ഖുർആൻ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ലല്ലോ. അയാൾ സങ്കടം പറയാം, നമ്മളെ പോലത്തെ ആളായിരിക്കും. സങ്കടം പറഞ്ഞു, എനിക്കൊരു മാറ്റവും തോന്നില്ല, എത്ര ഞാൻ ഓതി ഒരു മാറ്റമില്ല. ഇമാം അവറുകൾ അയാളോട് പറഞ്ഞില്ലേ, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. നീ മദീനയിലേക്ക് പോകും, ഇപ്പൊ തന്നെ മദീനയിലേക്ക് പോകാനാ പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്. മദീനയിലേക്ക് പോകണം. ഏത് മദീന? അങ്ങ് കുറെ കാലങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു മദീന. ആ മദീനയിൽ ഒരു ഈത്തപ്പനയോല കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു പന്തലുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിയുണ്ട്. അതിൻ്റെ നിലം വെറും മണലാണ്. ആ മണലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്ത് ആരൊക്കെയുള്ളത്? മഹാന്മാരായ സ്വഹാബയെ കിറാമാണ് ഇരിക്കുന്നത്. അവിടെ ചെന്ന് ഇരിക്കും. സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും റളിയല്ലാഹു അൻഹുമ. ഇപ്പുറത്താണെങ്കിൽ ഫാത്തിമ ബീവിയുണ്ട്, ആയിഷ ബീവിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരോടൊപ്പം നീയും ചെന്നിരിക്കും. കഴിയുമോ? എങ്ങനെ കഴിയാം? നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇമാം അവറുകൾ പറഞ്ഞത്. മദീനയിലേക്ക് ചെല്ലും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സദസ്സിൽ ചെന്നിരിക്കൂ. എങ്ങനെ ഉണ്ടാവും? വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും അത്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചെന്ന് ഇരുന്ന് നോക്ക്. നമ്മുടെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും മഹാന്മാരായ സ്വഹാബത്ത്, അവരുടെ കൂടെ നമ്മൾ ഇരുന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുമുഖത്ത് നിന്ന്, ആ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനങ്ങൾ നേരിട്ട് നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു. വല്ലാത്തൊരനുഭൂതിയായിരിക്കും. ഇമാം അവറുകൾ പറഞ്ഞു, എഴുന്നേൽക്ക്. അയാൾ എഴുന്നേറ്റു. പോകും, മക്കയിലേക്ക് പോകും. മക്കയിൽ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് നിന്ന് വീണ്ടും കുറച്ചുകൂടി സഞ്ചരിച്ചാൽ 1 മണിക്കൂർ നേരം കുത്തനെ കയറിയാൽ എത്തിച്ചേരുന്ന ഒരു മലയുണ്ട്, ജബലുൻ നൂർ. അവിടെ ഹിറാ ഗുഹയിലേക്ക് ചെല്ലും. ആ ഗുഹാമുഖത്ത് ചെന്നിരിക്കും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കേൾപ്പിക്കാൻ. അവിടെ ചെന്നിരിക്കും. മറ്റാരുമില്ല, മൂന്നാമനായിട്ട് നീ ചെന്നിരിക്കും. എന്തായിരിക്കും മാനസികാവസ്ഥ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾപ്പിക്കുമ്പോൾ അവരിൽ ഒരാളായിട്ട് നീ ചെന്നിരിക്കോ. എന്തായിരിക്കും നിന്റെ മാനസികാവസ്ഥ? കഴിയില്ലേ? കഴിയും. നമുക്ക് മനസ്സുകൊണ്ട് ഒരു ഹിജറ പോകാം. ഇമാം അവറുകൾ വീണ്ടും പറഞ്ഞു, വേണ്ട. എന്തിനാണ് ഒരു മധ്യവർത്തികളൊന്നുമില്ലാതെ നേരിട്ട് തന്നെ പ്രപഞ്ചനാഥനായ ഈ വചനങ്ങളുടെ കർത്താവായ അല്ലാഹുവിൽ നിന്ന് തന്നെ ശ്രവിക്കൂ. അങ്ങനെ ഒരു മനസ്സിനെ മെല്ലെ ഖുർആനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോഴോ അപ്പോഴാണ് ഈ പറഞ്ഞ മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുക. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിനെ നാം തികച്ചും അക്ഷരങ്ങളിലൂടെ വായിക്കാൻ ശ്രമിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്കും അതിൻ്റെ വൈകാരികതയിലേക്കും കടന്നു ചെല്ലാൻ പലപ്പോഴും നാം ശ്രമിക്കുന്നില്ല എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കുൽ, എന്താ നമ്മൾ അർത്ഥം പറയാം?
പ്രവാചകരെ താങ്കൾ പറയും. ശരിയല്ലേ? ശരിയാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഖുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റു പറയുമ്പോൾ പ്രവാചകൻ തന്നെയാണ് ഒന്നാമതായിട്ട് അതിൻ്റെ അഭിസംബോധിതൻ. പക്ഷേ നാം ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, കാലം കുറേ പിന്നിട്ടു, തലമുറകൾ കുറേ കടന്നുപോയി. നമ്മളിപ്പോൾ ഇവിടെ പാലേരിയിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുൽ ആരോടാണ് സംസാരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടും അല്ലേ സംസാരിക്കുന്നത്? പടച്ച തമ്പുരാൻ നേരിട്ട് നമ്മോട് വർത്തമാനം പറഞ്ഞിട്ട് പോലും നമ്മൾ യാതൊരു പ്രതികരണവുമില്ല. എത്ര ലളിതമായിട്ടാണ്, എത്ര നിസ്സംഗമായിട്ടാണ് നാം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിപ്പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നാം നമ്മിലേക്ക് വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവരുന്നില്ല, നാം അള്ളാഹുവിലേക്ക് ഉയരാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായൊരു പ്രശ്നം. വിശുദ്ധ ഖുർആനിനെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ ഒന്നാമതായി നാം എടുക്കേണ്ട തീരുമാനം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നേരിട്ട് വർത്തമാനം പറയുമ്പോൾ നമ്മിൽ യാതൊരു പ്രതികരണവുമില്ല, വളരെ നിസ്സംഗമായിട്ട് നാം കേട്ടുപോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിച്ചു, പെട്ടെന്നൊരു കോള് എടുത്തു നോക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലക്കൊന്ന് സംസാരിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ഭാവം? എന്താ സംഭവിക്കാം? പടച്ചോനെ, എന്തായി സംഭവിക്കുന്നത് അല്ലേ? വളരെ നിസ്സാരനായ എന്നെ ഈ നാട്ടിലെ മുഖ്യമന്ത്രി വിളിക്കേ, എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരുപക്ഷെ മൊബൈൽ കയ്യിൽ നിന്ന് താഴെ വീണോ. പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിലും ബോധം കെട്ടുപോകും അല്ലേ, ആകെ ബേജാറായിപ്പോവും. ഇതാണല്ലോ നമ്മുടെ അവസ്ഥ. നമ്മെക്കാളും ഉയർന്ന തലത്തിലുള്ള, ഉയർന്ന പദവിയിലുള്ള ഒരാൾ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളാകെ ബേജാറാണ്. അതേസമയം റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ നേരിട്ട് നമ്മോട് വർത്തമാനം പറയുമ്പോൾ യാതൊരു പ്രതികരണവും ഇല്ല. യാ അയ്യുഹൽ ഇൻസാൻ, അല്ല മനുഷ്യ എന്ന് പടച്ചോനെ എത്ര വിളിച്ചു. മാ ഹർറക ബി റബ്ബിക്കൽ കരീം, ആരാ മോനെ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ പറ്റിച്ചത്? ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ? വളരെ അടുത്ത് നിന്ന് സംസാരിക്കാം. പക്ഷെ ഖുർആൻ നമ്മിൽ യാതൊരു പ്രതികരണം ഉണ്ടാക്കുന്നില്ല. എന്താ കാരണം? വിശുദ്ധ ഖുർആനിനെ കേവലം ഒരു അറിവായിട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച് മാറ്റിവെക്കപ്പെടുന്ന ഒന്നായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആനിനെ വൈകാരികമായിട്ട് അടുപ്പിച്ച് നിർത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് നാം മാറി ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഖുർആനിനാണോ പ്രശ്നം, അല്ല എൻ്റെ മാനസികാവസ്ഥയ്ക്കാണോ പ്രശ്നം എന്ന വിഷയത്തിൽ നാം കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എങ്കിലേ ഖുർആൻ നമ്മോട് സംവദിക്കുള്ളൂ. ഖുർആനിന് എൻ്റെ ജീവിതത്തിൽ വല്ല റോളുമുണ്ടോ? ഓതിപ്പോയിക്കൊണ്ടേയിരിക്കുക എന്നല്ലാതെ ഞാനും ഖുർആനും തമ്മിൽ എന്ത് ബന്ധം? ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. മഹാന്മാരായ സ്വഹാബെ കിറാം അതുപോലെ സലഫു സ്വാലിഹീങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനിനെ സമീപിച്ച ഒരു ശൈലിയുണ്ട്. ആ അവസ്ഥയിലേക്ക് നാം എപ്പോഴെത്തിച്ചേരുന്നോ അപ്പോഴാണ് ഖുർആൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. സൂറത്തുൽ ഫാത്തിഹ നിരന്തരം നമ്മൾ പാരായണം ചെയ്യാൻ ദിവസം 17 തവണ നിർബന്ധപൂർവ്വം നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കും. സൂറത്തുൽ ഫാത്തിഹയിലെ ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ പരമകാരുണികനാണ്, അവൻ കരുണാനിധിയാണ്, അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ്. അവൻ 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 അടുത്ത സൂക്തം എന്താ? നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിനാൽ നീ ഞങ്ങളെ ചൊവ്വായ വഴിയിൽ നടത്തണമേ, നീ അനുഗ്രഹിച്ചവരോടൊപ്പം നടത്തണം. ഇങ്ങനെയല്ലേ അടുത്ത വചനങ്ങൾ? എങ്ങനെയാ പെട്ടെന്ന് അവനായ അള്ളാഹു നീയായിട്ട് മാറിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. ലളിതമായൊരു ചോദ്യമാണ്. അവനായ അള്ളാഹു ഒരേ സൂക്ത ഭാഗങ്ങളിൽ തന്നെ 7 സൂക്തങ്ങളേ ഉള്ളൂ നാം നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സൂക്തങ്ങളിൽ പെട്ടെന്ന് അവൻ 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 എന്ന അള്ളാഹുവെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെ ആ അള്ളാഹു നീയായി മാറി? നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ, അയാള്, അവള് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയില്ലേ? പെട്ടെന്ന് അങ്ങനെ നീയായിട്ട് മാറുക. അവൻ എന്ന് പറയുമ്പോൾ അകലെ എവിടെയോ ഉള്ള ആളാണ്.
നീ എൻ്റെ കൺമുമ്പിലാണ്. അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരാൾ അള്ളാഹുവെ അറിഞ്ഞ് അവനുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥ അതിലുണ്ട്. നമസ്കാരത്തിൽ പ്രവേശിച്ചു, എന്നിട്ടോ അങ്ങനെ അള്ളാഹുവിലേക്ക് നാം നമ്മെ കൊണ്ടുവരികയാണ്. ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന് നാം നമ്മെ പറിച്ചെടുത്തിട്ട് പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ. റബ്ബുൽ ആലമീനായ അവനാണ് സർവസ്തുതി. അവൻ അർറഹ്മാനാണ്, അവൻ അർറഹീമാണ്, അവൻ മാലിക് യൗമിദ്ദീനാണ്. അപ്പം ഞാനും അവനും തമ്മിൽ എന്ത്? ഞാൻ അവനിലേക്ക് മെല്ലെ മെല്ലെ ഉയരുകയാണ്. ഉയർന്നുയർന്ന് ഇയ്യാക, അതുകൊണ്ട് നിനക്ക് മാത്രമാണ് റബ്ബേ എൻ്റെ എല്ലാ ഇബാദത്തും. കണ്ടോ? ഇയ്യാക നഅ്ബുദു. അവിടെ മുസല്ലയിൽ നമസ്കാരം ആരംഭിച്ച വിശ്വാസി ഈ ഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാന്റെ അർശിങ്കിലേക്ക് ഉയരുന്നു. ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ നമസ്കാരത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഖുർആൻ നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടെങ്കിൽ ഖുർആനിനെ നാം തിലാവത്ത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലോ ഖുർആൻ നമ്മിൽ നിന്ന് എത്രയോ അകലെയാണ്. നമ്മിലൂടെ കേവലം ഉരുവിടപ്പെടുന്ന വാക്കുകളായിട്ട് വിശുദ്ധ ഖുർആൻ മാറി നിൽക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോഴാണ് നമസ്കാരം നമ്മുടെ മുനാജാത്തായിട്ട് മാറുന്നത്, അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണമായി മാറുന്നത്. അങ്ങനെയാണ് അത് മിഅ്റാജായിട്ട് മാറുന്നത്. മുസല്ലയിൽ നമസ്കരിക്കുന്ന വിശ്വാസി ഇയ്യാക്കയിലെത്തുമ്പോഴേക്ക് അള്ളാഹുവിലേക്ക് ഉയരണം. ഇതെങ്ങനെ സാധിക്കും? നിസ്കരിക്കാൻ കൈയ്യെട്ടിയാലാണ് മറന്നുപോയ സകലത് ഓർമ്മ വരാറ് എന്നാണ് 40-50 കൊല്ലമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ സങ്കടം. പിന്നെ ഇതെങ്ങനെ കഴിയാനോ? അവിടെയാണ് നമ്മുടെ മനസ്സിനെ നാം ഘട്ടം ഘട്ടമായിട്ട് ഈ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമസ്കാരത്തിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിൽ അള്ളാഹുമായിട്ട് നേരിട്ടുള്ള മുനാജാത്തല്ലേ നടക്കുന്നത്. നമ്മുടെ മനസ്സ് ഇനിയും ഒരുപാട് അള്ളാഹുവിൻ്റെ വചനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. ആ നിലയിലുള്ളൊരു ആത്മബന്ധം ഖുർആനുമായിട്ടുണ്ടായാൽ ഖുർആൻ നമ്മോട് പ്രതികരിക്കും. വഹുവ മഅക്കും ഐനമാ കുന്തും. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പം. ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പം. സൂറത്തുൽ ഹദീദിലെ ഒരു വചനഭാഗമാണ്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പം. ഇത് നമുക്ക് അനുഭവിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ വാചകം ഏതോ ഒരു മൊബൈൽ കമ്പനിക്കാരൻ്റെ പരസ്യവാചകമാണ്. വേറെ ഒരു യുഗോ അയാം വിറ്റിയോ ഇങ്ങനെ ഒരു പരസ്യവാചകമുണ്ട്. എന്ന് പറഞ്ഞാൽ പടച്ചോനാണോ അടുത്ത്, അതല്ല മൊബൈലാണോ എന്ന് ചോദിച്ചാൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഒരു ബേജാറുമില്ല, എനിക്ക് ഏത് നാട്ടിലും പോകാം, ഒന്നും പേടിക്കണ്ടല്ല, സാധനം കയ്യിലുണ്ട് അല്ലേ? അതിലും എത്രയോ അകലെയാണോ പടച്ചോനിരിക്കുന്നത്. വഹുവ മഅക്കും ഐനമാ കുന്തും. ഇങ്ങനെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പടച്ചതമ്പുരാനെ വിട്ട് മറ്റെങ്ങോട്ടോ ഓടിപ്പോകാൻ ശ്രമിക്കും പോലെ ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ നാം തിലാവ ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഖുർആൻ തഫ്സീറുകളിൽ പറയുന്നുണ്ട്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഖുർആൻ നോക്കിയിട്ട് ഒരാൾ ഓതുമ്പോൾ അയാളുടെ കണ്ണുകൾ ആ വചനങ്ങളിൽ ഉടക്കുന്നുണ്ട്. കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ നോക്കിയിട്ട് നാവ് കൊണ്ട് അയാൾ അതിനെ ഉരുവിടുന്നു. നാവിനൊപ്പം ചുണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നാവും ചുണ്ടും ഒന്നിച്ചു. ഒച്ചത്തിലാണ് അയാൾ ഓതുന്നതെങ്കിൽ അയാളുടെ ശബ്ദം തന്നെ അയാളുടെ കാതുകൊണ്ട് അയാൾക്ക് കേൾക്കാം. അയാളുടെ കാതും അതിനെ പിന്തുടരാണ്. കണ്ണ്, കാത്, നാവ്, ചുണ്ട്. ഇനിയും മുന്നോട്ട് പോകുമ്പോഴോ തീർച്ചയായും ഇത്രയും അവയവങ്ങൾ പങ്കാളിയാകുമ്പോൾ അതിൽ നമ്മുടെ ബ്രെയിൻ തീർച്ചയായിട്ടും ബന്ധപ്പെടും. അപ്പോഴാണത് നല്ല നിലക്ക് ഓതാൻ കഴിയാം. ആ നിലക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും അതുമായിട്ട് ഒന്നിക്കുന്നു, ലയിച്ചു ചേരാണ്. ഇങ്ങനെ വരുമ്പോൾ മനസ്സും ശരീരവും ഒന്നായി തീരും. നമ്മുടെ മാനസികാവസ്ഥ ആ നിലയിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ് തിലാവ എന്ന നിലക്ക് നമുക്ക് ഖുർആനിൽ അനുഭവിക്കാൻ പറ്റുക. ഇത്
അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ, അർത്ഥങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പ്രായോഗിക തലത്തിലേക്ക് കൂടി എത്തിച്ചേരുമ്പോഴാണ് അത് പൂർണ്ണമായ തിലാവയായി തീരുന്നത്. പണ്ട് നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? ഒരു മാന്ത്രികനായ ഒരു വീണ വായനക്കാരൻ്റെ കഥ. മാന്ത്രികനായ വീണ വായനക്കാരൻ. ഒരു നാട്ടിൽ മുഴുവൻ എലികൾ നിറഞ്ഞു. ആ എലികളെ കൊണ്ട് ഭയങ്കര ശല്യമായി. അങ്ങനെ ഒരു വിധത്തിലും ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മാന്ത്രികനായ ഒരു വീണ വായനക്കാരൻ വന്നത്. അയാൾ വീണ വായിച്ചപ്പോഴില്ലേ, ഈ എലികൾ മുഴുവനും അയാളുടെ കൂടെ നൃത്തം ചവിട്ടിയിട്ട് കൂടെ പോയത്രേ. അങ്ങനെ അയാൾ മുഴുവൻ എലികളെയും കൊണ്ടുപോയി ഏതോ മലയിടുക്കിൽ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു. നശിപ്പിക്കുകയല്ല ഇവിടെ, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹത്തായ ഒരു മുഅ്ജിസത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താ അത്? ഈ ഗ്രന്ഥമാണ് അവിടെ വമ്പിച്ച വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഈ ഗ്രന്ഥമാണ് അവിടെ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത്. മഹാന്മാരായ മറ്റ് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മുഅ്ജിസത്തുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് ആൾക്കൂട്ടം നോക്കി നിൽക്കെ പെട്ടെന്ന് പാറക്കെട്ടുകൾ പൊട്ടിത്തെറിച്ചിട്ട് അതിനകത്തുനിന്ന് ഭീമാകാരനായ ഒരൊട്ടകം പുറത്തേക്ക് വരികയായിരുന്നു. ഇത് അത്ഭുതം തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. ഇതൊരു മുഅ്ജിസത്താണ്. പിന്നെയും മുന്നോട്ട് വരുമ്പോൾ മൂസാ അലൈഹിസ്സലാമിന്റെ വടി, അത് നിലത്തിടുമ്പോൾ പാമ്പായി മാറുകയാണ്. വീണ്ടും കയ്യിലേക്ക് എടുക്കുമ്പോൾ വടി തന്നെ. കൈ കക്ഷത്ത് വെച്ച് പുറത്തെടുക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്നു. അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ മുഅ്ജിസത്ത്? ഈസാ അലൈഹിസ്സലാമിലേക്ക് വരുമ്പോഴും നാം അത് തന്നെ കാണുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുക, വെള്ളപ്പാണ്ട് പോലെയുള്ള മാറാരോഗങ്ങൾ സുഖപ്പെടുത്തുക, ഒളിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വിളിച്ചു പറയുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈസാ അലൈഹിസ്സലാമിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഏറ്റവും മഹത്തായ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ഒരു ഗ്രന്ഥം എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കാം? വല്ലതും സൃഷ്ടിക്കോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം, വലിയ ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സമ്മാനങ്ങളൊക്കെ നേടിയ ഗ്രന്ഥങ്ങളെ കുറിച്ച് കേൾക്കും. താൽക്കാലികമായ ചില പ്രതികരണങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരു മുഅ്ജിസത്തായി മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ഖുർആനിനെ തിലാവത്ത് ചെയ്യുന്ന ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു എന്നതാണ് അതിൻ്റെ ഉത്തരം. ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുകയാണ് അവർ. എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റി അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഒരു മാറ്റം അവരുണ്ടായി. എല്ലാ തലത്തിലും ആ മാറ്റം അവരനുഭവിച്ചു. എങ്ങനെയാണ് അത് കഴിഞ്ഞത്? അവർ അള്ളാഹുവോട് കൂടെ, അള്ളാഹു അവരോട് കൂടെ എന്ന നിലക്ക് അവർ അലിഞ്ഞു ചേർന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ഖുർആനും ഞാനും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ തലത്തിൽ തന്നെ നാം ഈ വിഷയത്തെ സമീപിക്കണം. അപ്പോഴാണ് എന്നിൽ ഖുർആൻ എന്ത് മാറ്റം ഉണ്ടാക്കണം എന്ന് നമുക്ക് മനസ്സിലാവുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ആ ഈന്തപ്പന ഓലയുടെ കീഴിൽ മണലിലിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരിക്കൽ സൂറത്തു സിൽസാൽ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. നമുക്കൊക്കെ സുപരിചിതമായ സൂറയല്ലേ, എല്ലാവർക്കും അറിയാം, അർത്ഥവും അറിയാം, ആശയവും അറിയാം. സൂറത്തു സിൽസാൽ ഈ സൂറ പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന പ്രവാചക ശിഷ്യൻ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിതുമ്പി കരയാൻ തുടങ്ങി. എന്താ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് താങ്കളെ കരയിച്ചു കളഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാൻ. അദ്ദേഹം പറഞ്ഞു, റസൂലേ, എൻ്റെ കാര്യം തുലഞ്ഞത് തന്നെ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കാണുന്നില്ലല്ലോ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, എന്ത് പറ്റി അബൂ സഈദ്, പറയൂ. ആ സൂറയിലെ അവസാനത്തെ 2 സൂക്തങ്ങൾ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, നമുക്കൊക്കെ അറിയുന്നതാണ്. 6 അണു അളവ് നന്മ ചെയ്തുവോ അതവൻ കാണും, 6 അണു അളവ് തിന്മ ചെയ്തുവോ അതവനും കാണും. ഇതിലെന്തിനാ? കരയാൻ മാത്രം വല്ലതും ഉണ്ടോ? ഇതിൽ കരയാൻ വല്ലതും ഉണ്ടാവും? പ്രത്യേകിച്ചൊന്നുമില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ വചനങ്ങളെ തിലാവത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിതുമ്പിപ്പോയി, ബേജാറായിപ്പോയി. പടച്ചോനെ, എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, പ്രവാചകരെ,
എൻ്റെ തിന്മകൾ നന്മകളെക്കാളും കൂടുതലായി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എൻ്റെ കാര്യം തുലഞ്ഞത് തന്നെയാണ്, എനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലെന്ന് തോന്നുന്നു റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്താ തെറ്റ് ചെയ്തത്? പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബിയാണ്. പക്ഷെ അദ്ദേഹം ഒരു ആത്മവിചാരണ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, പടച്ചോനെ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ ഖുർആൻ പ്രതികരിച്ചത് എങ്ങനെയാ? അബൂ സഈദ് റളിയല്ലാഹു അൻഹുവെ കരയിപ്പിച്ചത് എങ്ങനെയാ? അദ്ദേഹം ഈ വചനങ്ങളെ തൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പടച്ചോനെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ആലോചിക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ഖുർആൻ നമ്മോടൊപ്പം ഉണ്ടാവും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സൂറത്ത് യാസീനിലെ നമുക്ക് സുപരിചിതമായ ആയത്താണ്. കുറ്റവാളികളെ മാറി നിൽക്കൂ. ഏതാ സന്ദർഭം? പരലോകത്ത് പടച്ചതമ്പുരാൻ സ്വർഗനരകങ്ങൾ വേർതിരിച്ച് വിധി കൽപ്പിച്ച് അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നരകക്കാർ വഴിമുടക്കികളായി നിൽക്കുമ്പോൾ അവരോട് പറയാണ്, ഒരുപക്ഷെ അവിടെ പരലോകത്ത് അള്ളാഹുവിൻ്റെ വളണ്ടിയർമാരായ മലക്കുകൾ പറയായിരിക്കും, മാറി നിൽക്കൂ കുറ്റവാളികളെ, മാറി നിൽക്കൂ. ദുനിയാവിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് വഴിതടസ്സങ്ങൾ സൃഷ്ടിച്ചു, ഇവിടെയും വഴിതടസ്സം സൃഷ്ടിക്കാണോ? മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാൻ്റെ മലക്കുകൾ ആൾക്കൂട്ടത്തെ, കുറ്റവാളികളെ തട്ടി മാറ്റുന്ന വല്ലാത്തൊരു സന്ദർഭമാണിത്. നമുക്കവിടെ ഒന്ന് പോയി നിൽക്കാം. ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? പടച്ചോനെ, ആ കൂട്ടത്തിലെങ്ങാൻ ഞാൻ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ഒറ്റൊരായത്ത് ആലോചിച്ചിട്ട് കരഞ്ഞ് നേരം വെളുത്തു പോയത്രേ. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നില്ലേ കേൾക്കുമ്പോൾ? ഒരായത്തിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചിട്ട് നേരം പുലരുവോളം കരയ ഒരു മനുഷ്യൻ. അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടാവും. ഇവിടെയാണ് ഖുർആൻ നമ്മുടെ ആത്മാംശമാവുക എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ ചിന്തിച്ചു നോക്കണം. അപ്പോഴാണ് ഖുർആനിനെ തിലാവത്ത് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക. ഖുർആൻ നമ്മുടെ കൂടെ അപ്പോൾ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഏറ്റവും വിശുദ്ധമായ തലത്തിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ മാറാൻ കഴിയും. ഖുർആനിലൂടെ അതിനെ വായിച്ച് കടന്നു പോവുക എന്നതിനപ്പുറം ഈ തലത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഇത്തരമൊരു മാറ്റം നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് തന്നെയാണ് ഖുർആൻ നൽകുന്ന ഏറ്റവും മഹത്തായ പാഠം എന്ന് പറയുന്നത്. ഖുർആൻ ഉണ്ടാക്കേണ്ട മാറ്റം ഇതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഖുർആൻ വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ സൃഷ്ടിച്ച വമ്പിച്ച വിപ്ലവങ്ങളെക്കുറിച്ച്, ആ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാം. പക്ഷെ അതിൻ്റെയൊക്കെ ആണിക്കല്ല്, അതിൻ്റെ വിത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ഖുർആനിനെ തിലാവ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. ഖുർആനിന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വല്ലതും ചെയ്യാനുണ്ടാവും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, ഒരുപാട് മനപ്രയാസങ്ങളുണ്ട്. അതിൽ ഖുർആൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് കൗൺസിലിങ്ങിൻ്റെ കാലമാണ്. കൗൺസിലിംഗ് സെൻ്ററുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതിന് കൗൺസിലിംഗ് വേണം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ പരിഹാരം ഇന്ന് കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു കൗൺസിലിംഗ് വിദഗ്ധൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൺസൾട്ടിങ് റൂമിലേക്ക് ചെല്ലാം അല്ലേ? വലിയൊരു ഫീസൊക്കെ കൊടുത്തിട്ട് അയാളുടെ മുമ്പിൽ ചെന്നിരുന്ന് ഒരു മണിക്കൂർ നല്ല വാക്കുകൾ കേട്ടാലില്ലേ വല്ലാത്തൊരാശ്വാസം. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടിയ പോലെ അയാൾ എന്തൊരു നല്ല മണിമണി പോലുള്ള വാക്കുകളാണ് പറയുന്നത്. എല്ലാം എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വല്ലാത്തൊരാശ്വാസം. ഇങ്ങനെ ആശ്വസിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വിശുദ്ധ ഖുർആൻ ശമനമാണ്. എല്ലാറ്റിനുമുള്ള സിദ്ധ ഔഷധമാണിത്. അത് വിശ്വാസപരമായ വൈകല്യങ്ങളായിരുന്നാലും ഇനി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളായിരുന്നാലും അതിനെല്ലാം ഖുർആൻ നിങ്ങളോടൊപ്പമുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ? എത്ര ഡോക്ടർമാരെ നിങ്ങൾ കണ്ടു? ഖുർആനാകുന്ന ഡോക്ടറെ, നമ്മുടെ കൂടെ തന്നെയുള്ള ഡോക്ടറെ ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ?
എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അടുത്ത് നിന്ന് സ്വകാര്യം പറയുന്ന തലോടിക്കൊണ്ട് വാക്കുകൾ പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്ക് വീട്ടിലേക്ക് പോയിട്ട്. നിങ്ങളുടെ പ്രശ്നം തന്നെയാണത്. നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്, മറ്റാരെ കുറിച്ചല്ല. ഖുർആനിന് അങ്ങനെ ഒരു അസാധാരണമായ ഒരു മോചിസത്തുണ്ട്. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ ഖുർആൻ അങ്ങ് തുറന്ന് വായിച്ചു നോക്ക്. പടച്ചോനെ, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമാണല്ലോ ഇത് എന്ന് തീർച്ചയായിട്ടും ഖുർആൻ നിങ്ങളോട് പ്രതികരിക്കും, ഉറപ്പാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ കാണാം. നാം നിത്യേന ഓതുന്നവ തന്നെ. വദ്ദുഹാ വല്ലൈലി ഇദാ സജ. എത്ര സുന്ദരമായ സൂക്തങ്ങളാണ് അല്ലേ? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഒന്ന് ഓർത്തു നോക്കാം. പകൽ വെളിച്ചമാണ്, ഇരുൾമുറ്റി ശാന്തമായ രാത്രിയാണ്. നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാം. ഏതാ സന്ദർഭം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതിയോഗികളുടെ ചോദ്യങ്ങൾക്ക് ഈ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പലതും ചോദിച്ചില്ലേ അവർ? അല്ല മുഹമ്മദേ, നിന്റെ ദൈവം ഏതാണ്? അതിൻ്റെ കുടുംബം ഏതാണ്? നിന്റെ ദൈവത്തെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ചെമ്പ് കൊണ്ടാണോ, മരം കൊണ്ടാണോ, കല്ല് കൊണ്ടാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഉടനെ പടച്ചോൻ ഇടപെട്ടു. ഖുൽ ഹുവല്ലാഹു അഹദ്. അവരന്വേഷിക്കുന്ന ദൈവം അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞില്ലേ? മുഹമ്മദേ, നമുക്കൊരു കോംപ്രമൈസ് ആയാലോ? ഒരു മധ്യസ്ഥം പറഞ്ഞുകൂടെ? നിന്റെ ദൈവത്തെ ഞങ്ങൾ ഒരു വർഷം ആരാധിക്കും, ഞങ്ങളുടെ ദൈവത്തെ അടുത്ത വർഷം നീ ആരാധിക്കും. ഇങ്ങനെ ഒരു കോംപ്രമൈസിന് വന്നു അവര്. അല്ലാഹു തആല ഇടപെട്ടില്ലേ? ഖുൽ, പറയൂ പ്രവാചക, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. വിശ്വാസ കാര്യത്തിൽ തികച്ചും എതിർദിശയിൽ നിൽക്കുന്നവരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇടപെടലാണ്, നേർക്ക് നേരെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. സൂറത്തുൽ കഹ്ഫിലൊക്കെ ഉണ്ടല്ലോ. ആരാണ് ഗുഹാവാസികൾ, ആരാണ് ദുൽഖർനൈൻ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി വന്നില്ലേ? അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. വഹയി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഔട്ട് ഓഫ് റേഞ്ചായി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫത്രത്തുൽ വഹി, വഹയിൻ്റെ ഇടവേള. പെട്ടെന്ന് വാനലോകം പ്രതികരിക്കാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണായക ഘട്ടങ്ങളിൽ വാനലോകത്തേക്ക് ഉറ്റുനോക്കി. പക്ഷേ വഹയിൻ്റെ മലക്ക് അവതരിക്കുന്നില്ല. ഇങ്ങനെയൊരു സന്ദർഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലൂടെ ഉഴറി നടന്നു അത്രേ ആ നാളുകളിൽ. ആൾക്കൂട്ടം പറഞ്ഞു, കണ്ടോ മുഹമ്മദിൻ്റെ ഭ്രാന്ത് മാറി, മുഹമ്മദിനെ എന്തോ പ്രേതം ബാധിച്ചതായിരുന്നു, ആ ബാധയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആൾക്കൂട്ടം പരിഹസിച്ചു. അതിനൊടുവിൽ ഒരു നിർണായക ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പെയ്തിറങ്ങി. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വളരെ സുന്ദരമായ വചനങ്ങളാണ് അവതരിച്ചത്. ആ സമയത്ത് പ്രവാചകന്റെ പ്രതികരണങ്ങളെക്കുറിച്ച് തഫ്സീറുകൾ പറയുന്നുണ്ട്. വരണ്ട് വെണ്ടുകീറിയ മണ്ണിൽ പുതുമഴ പെയ്തതുപോലെ എന്തൊരു കുളിരാണ്, എന്തൊരു സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പ്രവാചകനത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തി. ഒരു പകലിന് ഒരു രാവുണ്ട്, ഒരു അധ്വാനത്തിന് ഒരു വിശ്രമം ആവശ്യമാണ്. അതിനാൽ തുടരെ വചനങ്ങൾ അവതരിച്ചാൽ താങ്കൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നാം ഒന്ന് മാറി നിന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിപ്പോയിരുന്നു, പടച്ചോൻ എന്നെ വെറുത്തോ, എൻ്റെ എന്തെങ്കിലും നടപടികൾ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തതായിട്ട് സംഭവിച്ചു പോയോ, അതുകൊണ്ടാണോ അള്ളാഹു എന്നിൽ നിന്ന് അകന്നു പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ശങ്കിച്ചു പോയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിലപാട്
പടച്ചോന് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പം അള്ളാഹു എങ്ങനെയാണ് പ്രതികരിച്ചത്? അള്ളാഹു പ്രതികരിച്ചു അകന്നു നിന്നുകൊണ്ട്. അബസവതവല്ല, അവൻ മുഖം ചുളിച്ചത് കണ്ടില്ലേ? അവൻ മുഖം ചുളിച്ചു, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, തൻ്റെ അടുക്കൽ ആ അന്ധൻ വന്നതിനാൽ അവൻ. റസൂലിനെ അള്ളാഹു തആല അകറ്റി നിർത്തിയാണ്ടല്ലേ അവൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെയോ, ഇവിടെ ഈ വചനങ്ങളിൽ അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിലേക്ക് അടുപ്പിക്കാൻ. മാ വദ്ദഅക, നിന്നെ കൈവടിഞ്ഞിട്ടില്ല റബ്ബുക, നിന്റെ റബ്ബ്. വമാ ഖല, നിന്നെ വെറുത്തിട്ടില്ല. നീ ഇങ്ങനെയൊക്കെ ബേജാറായാലോ, ഞാനൊന്ന് കണ്ണാരം പൊത്തി കളിച്ചതല്ലേ എന്ന് പറയും പോലെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ആത്മബന്ധം ബോധ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. പ്രവാചകനിലേക്ക് അങ്ങോട്ട് അടുത്ത് ചെല്ലാണ്. നിന്നെ വെറുത്തിട്ടില്ല, നിന്നെ കൈവടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് ചെല്ലാണ്. എന്നിട്ട് വളരെ സമാശ്വാസത്തിൻ്റെ വചനങ്ങൾ അല്ലാഹു അതിൽ ചേർത്ത് പറയുന്നുണ്ട്. നാം ആലോചിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സന്ദർഭങ്ങൾ വരാറില്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത, നമ്മുടെ ആത്മമിത്രമായ, അല്ലെങ്കിൽ ജീവിതം മുഴുവനും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മെ സംശയിക്കുന്ന, നമ്മെ തെറ്റിദ്ധരിക്കുന്ന ചില വല്ലാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകും. എല്ലാവരും എന്നെ വെറുത്തിരിക്കുന്നു, എല്ലാവരും എന്നിൽ നകന്നു പോയിരിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സൂറത്തുൽ ളുഹ മറിച്ചൊന്ന് വായിച്ചു നോക്കൂ. ഇല്ല, മാ വദ്ദഅക റബ്ബുക വമാ ഖല, ആര് വെറുത്താലും ആര് കൈവിട്ടാലും നിന്റെ റബ്ബ് നിന്നെ കൈവിടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വാരിപ്പുണർന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണത്. ഇതൊന്ന് അനുഭവിച്ചു നോക്കുക. ഇങ്ങനെ എത്ര സൂക്തങ്ങളാണ് ഖുർആനിലുള്ളത്. എന്തുകൊണ്ടാണ് ആ നിലയിൽ നാം ഈ വചനങ്ങളെ അനുഭവിക്കാൻ ശ്രമിക്കാത്തത് എന്നുള്ളതാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇതിനെല്ലാം വിശുദ്ധ ഖുർആനാകുന്ന ഒറ്റമൂലി നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നാം നിരാശരും അസ്വസ്ഥരുമായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആദിമനുഷ്യനായ ആദം അലൈഹിസ്സലാമും കുടുംബവും ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞ ഒരു വാക്കില്ലേ, അവരുമായിട്ട് നടത്തിയൊരു കരാറ് എന്തായിരുന്നു? ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. അങ്ങനെ വന്നെത്തിയാൽ ആർ അതിനെ പിന്തുടരുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല. ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇത്രയും പ്രശാന്തമായ ഒരു മാനസികാവസ്ഥ ഒരു മുഅ്മിനിനല്ലാതെ മറ്റാർക്കെങ്കിലും അനുഭവിക്കാൻ കഴിയാം? ആലോചിച്ച് നോക്കൂ. മുഅ്മിനിന് മാത്രമേ കഴിയൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖം ആർക്കണ്ട? ദുഃഖിതനാകുന്നത് നഷ്ടം സംഭവിക്കുമ്പോഴാണ്. ഭയമുണ്ടാകുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ നിലക്ക് അള്ളാഹുവെ പ്രാപിക്കുന്ന, അള്ളാഹുവിനെ സ്വന്തത്തെ സമർപ്പിച്ച വിശ്വാസിക്ക് എവിടെയാണ് ദുഃഖം, എവിടെയാണ് ഭയം എന്നാണ് നാം അന്വേഷിച്ച് നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺതരികൾ, ആൺമക്കൾ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചില്ലേ? നമുക്കുണ്ടാവാറില്ലേ അനുഭവങ്ങൾ? മക്കൾ പൊടുന്നനെ അങ്ങ് മരണപ്പെട്ടു പോയി, ഏതോ അപകടങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ഏതോ തരത്തിൽ പെട്ടെന്നങ്ങ് കൈവിട്ടു പോകുമ്പോൾ വല്ലാത്തൊരു നിരാശയും അസ്വസ്ഥതയും ഉണ്ടാവും. ഉൾക്കൊള്ളാൻ കഴിയില്ല, നെഞ്ചെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓർക്കും തോറും നിരന്തരം ബേജാറ് വർദ്ധിക്കും. അവരുടെ വർത്തമാനം, അവരുടെ സാന്നിധ്യം, സാമീപ്യം ഒക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നെഞ്ചൊരുകിക്കൊണ്ടിരിക്കും. അത്തരമൊരു സന്ദർഭത്തിലല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന വചനങ്ങൾ അവതരിപ്പിച്ചത്. നമുക്കറിയാം എത്രയാണ് താങ്കൾക്ക് നാം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനാൽ കേവലമായ ദുഃഖവും നിരാശയും അല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് സ്വയം സമർപ്പിതനായിക്കൊണ്ട് നീ നമസ്കാരത്തിൽ മുഴുകി അള്ളാഹുവിൽ വിലയം പ്രാപിക്കൂ എന്ന് പടച്ചതമ്പുരാൻ അവിടെ ആത്മധൈര്യം നൽകുന്ന വചനം നമുക്ക് കാണാം. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളാണ്. ഈ കാഴ്ചപ്പാടിൽ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് കരുത്തുണ്ടാവും. ഈ കരുത്തിൻ്റെ പിൻബലത്തിലാണ് ഈ ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെയല്ലാതെ മറ്റൊരു സന്ദർഭമില്ല.
തവക്കൽ, അതിനാൽ നീ തവക്കുൽ ചെയ്യണം, അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ നിന്നെ കാണുന്നുണ്ട്. അത് പാതിരാത്രിയിലായിരുന്നാലും ആൾക്കൂട്ടത്തിലായാലും തീർച്ചയായിട്ടും നിന്നെ അവൻ കാണുന്നുണ്ട്. അവൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആത്മവിശ്വാസം പകരാണ് ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു നിറ സാന്നിധ്യമായിട്ട് മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ, ജീവിതത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മിൽ നിന്ന് ഒരിക്കലും അന്യമല്ല. ഖുർആനിലെ ഒരു കൽപ്പന കേൾക്കുമ്പോൾ ഇത് എൻ്റെ താല്പര്യത്തിനെതിരാണല്ലോ എന്നൊരിക്കലും നമുക്ക് തോന്നില്ല. നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് വേണ്ടതാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ഖുർആൻ എന്നോട് ഗുണകാംക്ഷയുള്ളതാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഖുർആൻ സംസാരിക്കുള്ളൂ. എന്നെ സാന്ത്വനിപ്പിക്കുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നു, എനിക്ക് ആത്മധൈര്യം പകരുന്നു. ഇത്രയും ആത്മമിത്രത്തെ പോലെ ഖുർആൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ഖുർആനിൻ്റെ ഏത് കൽപ്പനയും എനിക്ക് സ്വീകരിക്കാൻ പറ്റും. മനസ്സും ശരീരവും ഒന്നായി കഴിഞ്ഞാൽ, ആ നിലയിലുള്ള ഗാഢമായ ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടില്ലല്ലോ. ഞാനും ഖുർആനും ഒന്നായി കഴിഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണ് ഖുർആൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്നോട് സംസാരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് എന്ന് എൻ്റെ മനസ്സിന് തോന്നിക്കൊണ്ടിരിക്കുന്നു. ഈ നിലക്ക് നമ്മുടെ മനസ്സ് ഖുർആനുമായിട്ട് അലിഞ്ഞു ചേരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ തലമുറയിലുണ്ടായ അത്ഭുതങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലും പുനർജനിക്കും. അങ്ങനെ സംഭവിക്കുള്ളൂ. നമുക്കിപ്പോൾ ആദ്യ തലമുറ എങ്ങനെ അനുഭവപ്പെടുന്നത്? അവരേതോ ഒരു അത്ഭുത ജന്മമായിട്ട് മാറി നിൽക്കാൻ. നാം ബദരീങ്ങളെയും ഉഹദീങ്ങളെയും ഖന്തഖീങ്ങളെയൊക്കെ നിരന്തരം അനുസ്മരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. അനുസ്മരിക്കേണ്ടതുണ്ട്. എന്തിന്? അവർ അനുഷ്ഠിച്ച മഹത്തായ ത്യാഗങ്ങളിലെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ അനുസ്മരിച്ച് അവർ ഒരു അമാനുഷികരായ സൃഷ്ടികളാക്കിയിട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവരെ പോലെ ഒന്നും ആകാൻ നമുക്ക് കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോകുന്നില്ലേ? അവർ അമാനുഷരായ ഏതോ പ്രത്യേക വിഭാഗം ആളുകളാണ്. അവരെ പോലെ ആകാൻ നമുക്ക് പറ്റും. ഇങ്ങനെ പൊതുവെ പറയുന്ന ഒരവസ്ഥയുണ്ട്. ബദരീങ്ങൾ മഹത്തായ ചരിത്രം രചിച്ചവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു 313 ഇന്നുണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അവരൊക്കെ ആരാ എന്ന് നമ്മൾ പറയും. അവരൊക്കെ ആരാ? അവരെ പോലെ ആകാൻ നമുക്ക് പറ്റും. അതേ സമയത്ത് നാം അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്നത് എന്താ? പടച്ചവനെ, നിന്റെ നബിമാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാ സാലിഹീങ്ങളോടൊപ്പം എന്നെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. സ്വർഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല. ബദരീങ്ങൾ പോകുന്ന അതേ സ്വർഗത്തിൽ തന്നെ എനിക്കും പോകണം. എന്നാൽ ബദരീങ്ങളെ പോലെ നീ പ്രവർത്തിക്കാൻ സന്നദ്ധനാണോ? അവരൊക്കെ ആരാ? അങ്ങനെയൊക്കെ ആവാൻ എനിക്ക് പറ്റാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും അനുസ്മരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത്. അങ്ങനെ അല്ലല്ലോ. നമ്മെപ്പോലെ തന്നെ മജ്ജയും മാംസവുമുള്ള, നമ്മെപ്പോലെ തന്നെ കുടുംബവും ബന്ധങ്ങളുമുള്ള, ബാധ്യതകളും കടപ്പാടുകളുമുള്ള, മക്കളും മാതാപിതാക്കളും പേരമക്കളും എല്ലാമുള്ള അതിവൈകാരികമായ പച്ചക്കരളുള്ള ആളുകൾ തന്നെയായിരുന്നു അവരും. പക്ഷെ അവർക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ അവരെ സമർപ്പിക്കാൻ കഴിഞ്ഞു. നമുക്ക് ആ അർത്ഥത്തിൽ പലപ്പോഴും കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കണം നമ്മൾ. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വചനങ്ങൾ അവതരിച്ച ഒരു ക്രമമുണ്ടല്ലോ, കുറേയൊക്കെ കണ്ടെത്താൻ കഴിയും. ഇഖ്റ ബിസ്മിയിൽ തുടങ്ങിയിട്ട് മക്കി കാലഘട്ടത്തിലെ വചനങ്ങൾ അങ്ങനെ മദീന കാലഘട്ടത്തിലേക്ക് വികസിച്ചു വരുന്ന ഖുർആനില്ലേ, ആ തലത്തിൽ നിങ്ങൾ ഖുർആനിനൊന്ന് പഠിച്ചു നോക്കൂ. ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനനുസരിച്ച് ഖുർആനിനോടൊപ്പം ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? വിശ്വാസപരമായ അടിത്തറ മക്കി കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകവും അരക്കിട്ടുറപ്പിക്കുന്ന വചനങ്ങൾ. പിന്നീട് അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്.
നിങ്ങൾ ദുനിയാവിൽ അള്ളിപ്പിടിക്കരുത്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ പിഴുതെടുക്കണം. ആലോചിച്ച് നോക്കൂ, നമുക്കൊരു രാത്രി നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എത്തിയാലേ ഉറക്കം കിട്ടുള്ളൂ. എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ തന്നെ എനിക്ക് ഉറങ്ങണം, അപ്പോഴേ ഉറക്കം കിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെ ശീലങ്ങളാണ് അല്ലേ? എൻ്റെ ഭക്ഷണം, എൻ്റെ മരുന്നുകൾ, എൻ്റെ ജീവിതശീലങ്ങൾ ഒക്കെ പ്രത്യേകമാണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ എത്തണം. ഇങ്ങനെ ഒരുപാട് ശീലങ്ങളുടെ അടിമകളാണ് നാം. ഇതേ ശീലങ്ങൾ അവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കാം. പക്ഷെ പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എല്ലാ വേരുകളും പിഴുതെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചില്ലേ? അവിടെ അവർക്ക് യാതൊരു ആശങ്കയുണ്ടായില്ലല്ല. പെട്ടെന്ന് അവർ പുറപ്പെട്ടു. യാതൊരു മനപ്രയാസവും അവർക്ക് ഉണ്ടായില്ല. കാരണം ആ നിലക്ക് വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതാണ് അതിൻ്റെ കാരണം. മക്കീ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് ഭൗതിക ആസക്തിയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എല്ലാം അവരെ പിഴുതെടുക്കാൻ കഴിയും വിധം അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇങ്ങനെ എത്ര വചനങ്ങളാണ് വളരെ ശക്തമായിട്ട് ഭൗതികതയിൽ നിന്ന് മനുഷ്യനിങ്ങനെ പിഴുതെടുക്കാൻ. അപ്പോൾ പിന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ട് വരാനാണോ എങ്ങോട്ട് പോകാനാണോ അവരോട് കൽപ്പിക്കുന്നത് ആ മേഖലയിലേക്ക് പുറപ്പെടുന്നിടത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ കയ്യിൽ ലഗേജുകളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ലഗേജുകളൊന്നുമില്ലാതെ വലിയ സമ്പന്നരും വലിയ നേതാക്കന്മാരും ഒക്കെ വെറും കൈയോടെ ഇറങ്ങി തിരിച്ചില്ലേ? എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചു. എന്താ കാരണം? ഈ നിലക്ക് അവരുടെ മനസ്സ് പാകപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതം അതിനോടൊപ്പം സഞ്ചരിച്ചു കൊള്ളും. പിന്നെ നമുക്ക് സക്കാത്ത് കൊടുക്കണമോ കൊടുക്കേണ്ടതില്ലയോ എന്ന വിഷയത്തെക്കുറിച്ച് പിന്നെ അവിടെ ചർച്ചയില്ല, സംശയിക്കേണ്ടതില്ല. അവിടെ നമ്മൾ എന്താ ചോദിക്കുക? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അല്ല, ഇനി എന്താ ഞങ്ങൾ കൊടുക്കേണ്ടത്, ഇനി എന്താ ചെലവഴിക്കേണ്ടത് എന്ന ചോദ്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ സക്കാത്തിൻ്റെ 2.5% അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം തീരാതെ തർക്കിച്ച് നേരം കളയില്ല അവർ. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? കൊടുത്തിട്ട് ഹരം കയറിയിട്ടില്ലേ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? മാദാ യുൻഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത് കണ്ടോ? വളരെ രാജകീയമായിട്ട് അല്ലാഹു മറുപടി പറഞ്ഞു. ഖുൽ അൽ അഫ്. മിച്ചമുള്ളത് കൊടുത്തേക്കോ, മിച്ചമുള്ളത് കൊടുത്തേക്കോ. നമ്മളോടാണ് പറഞ്ഞെങ്കിലോ ഇന്നത്തെ കാലത്ത് മിച്ചമുണ്ടോ? ആർക്കും മിച്ചമില്ല അല്ലേ? കാശ് മിച്ചമുള്ള ഒരാളുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ പദ്ധതികളാണ്. ബാക്കി 9 എങ്ങനെ ഒപ്പിക്കും എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. പിന്നെ എവിടെയാണ് മിച്ചം? അപ്പോൾ പിന്നെ നമ്മൾ ആരും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പം ഈ വിധത്തിൽ കാര്യങ്ങളെ സാങ്കേതികമായി മാത്രം സമീപിക്കുന്നതിനപ്പുറത്ത് ഞാൻ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹു എൻ്റേതാണ്, ആ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുന്ന സ്നേഹ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന് നാം ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മിലത് മാറ്റങ്ങൾ സൃഷ്ടിക്കും. വ്യക്തിപരമായി തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടിയിട്ട് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത്ഭുതപ്പെട്ടു പോകുന്നു. ചില വചനങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ആർക്കൊക്കെ വേണ്ടി ആ ഖുർആൻ വാദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഒരുപക്ഷെ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഇല്ലാതെയായിപ്പോയ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലാഹു വാദിക്കാൻ അല്ലേ? വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ മൗഊദത്തു സുഇലത്. ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെട്ടാൽ ബിഅയ്യി ദംബിൻ ഖുതിലത്. അല്ല മോളെ, ഏത് തെറ്റിൻ്റെ പേരിലാണ് മോള് വധിക്കപ്പെട്ടത്? ഇങ്ങനൊരു വചനമില്ലേ സൂറത്തു തക്വീറിൽ? നിങ്ങളത് ഓതി നോക്കിയിട്ടുണ്ടോ? വല്ലാത്തൊരു സംഭവമാണത്. ജാഹിലിയ കാലത്ത് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് പിന്നീടാണ് അവർ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയത് അപമാന ഭാരത്താൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ഏറ്റു പറഞ്ഞ സംഭവങ്ങൾ അല്ലേ? എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, അങ്ങനെ ആ കുഞ്ഞിനെ ഞാൻ കളിപ്പിച്ച് വളർത്തി. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ കുഞ്ഞ് എനിക്ക് അപമാനമാണല്ലോ എന്നുള്ള അങ്ങേയറ്റത്തെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരു നാളിൽ ഞാൻ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ചിട്ട് മൺവെട്ടിയുമായിട്ട് ഞാൻ മരുഭൂമിയിലേക്ക് പോയി. അങ്ങനെ അവിടെ മണ്ണ് കുത്തി കുഴിയുണ്ടാക്കി. അങ്ങനെ കുഴിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ താടി രോമങ്ങളിൽ മണ്ണ് പറ്റി പിടിച്ചപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ കുഴി പൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ എടുത്തിട്ട് മണ്ണിലേക്ക് ഇറക്കി വെച്ചു, കുഴിയിലേക്ക് ഇറക്കി വെച്ചു.
അപ്പോഴും കുട്ടി കൈകൊട്ടി ചിരിക്കുകയാണ്. വാപ്പ എന്തോ തമാശ കാണിക്കുകയാണ്, കുസൃതി കാണിക്കുകയാണ് എന്ന് കരുതിയിട്ട് കുട്ടി കൈകൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് മൺവെട്ടിയെടുത്ത് ആ കുഞ്ഞിനെ മണ്ണിലിട്ട് മൂടിക്കളഞ്ഞു. അപ്പോഴും കുട്ടി വാപ്പാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നിർത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞു പോയി, സഹാബത്തും കരഞ്ഞു പോയി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ ഒരു അവസരമൊരുക്കും എന്നാണ് പറയുന്നത്. ഇന്ന് ചിന്തിച്ചു നോക്ക്, ഭ്രൂണാവസ്ഥയിൽ തന്നെ ഇല്ലാതായി പോവല്ലേ അല്ലേ? ഒരു കുഞ്ഞിന് ശേഷം പെട്ടെന്ന് മറ്റൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് കളയല്ലേ? കളയാം. ആരോട് ചോദിച്ചിട്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിനെ എത്ര നിസ്സാരമായിട്ടാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അനധികൃതമായ എത്ര ഗർഭഛിദ്ര ക്ലിനിക്കുകളാണ് പ്രവർത്തിക്കുന്നത്. വല്ലാതെ ബേജാറായി പോകും. ഒരുപക്ഷെ കുഞ്ഞായിട്ട് പിറക്കാത്ത ആ റൂഹിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാദിക്കാൻ അല്ലേ? അല്ലാഹു തആലയുടെ അടുക്കൽ അങ്ങനെ ഒരു അവസരമുണ്ട്. ഈ ഖുർആൻ എന്തൊരു കാരുണ്യമാണ് മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് നാം ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അളക്കാൻ ശ്രമിക്കേണ്ടത്. പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് വേണ്ടി എത്രയാ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബജീവിതവും വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ വാദിക്കുന്നില്ലേ? ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ, നിരന്തരമായ ഇടപെടലുകൾ. ഒരു പെണ്ണില്ലേ ഖുർആനിൽ, അൽ മുജാദില, തർക്കിക്കുന്നവൾ എന്ന പേരിൽ ഒരു പെണ്ണുണ്ടല്ലോ, സൂറത്തുൽ മുജാദില. ഖദ് സമിഅ അല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറയിൽ ഒരു പെണ്ണുണ്ട്, ഹൗല ബിൻത് സഅലബ് എന്ന പെണ്ണ്. പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് വളരെ ശക്തിയായിട്ട് അവർ വാദിച്ചു. അവരുടെ ഭർത്താവ് ഒരിക്കൽ തെറ്റിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്, അന്തിക ബഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്. അങ്ങനെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ത്വലാഖായിരുന്നു. അപ്പം അങ്ങനെ തലാഖ് സംഭവിച്ചു. അങ്ങനെ ഉടനെ അവർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്നു. പ്രവാചകരെ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് പറക്കമുറ്റാത്ത മക്കളുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വല്ലതും പറയുമ്പോഴേക്ക് സംഭവിക്കുന്നതാണോ ഇസ്ലാമിലെ തലാഖ്? കുമിള പോലെ പൊട്ടിപ്പോകുന്നതാണോ ദാമ്പത്യം? ഇതിന് യാതൊരു ഭദ്രതയുമില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായി, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം വഹി അവതരിച്ചിട്ടില്ല, ഞൊടിയിടയിൽ വചനങ്ങൾ അവതരിച്ചില്ല. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിച്ച ആ പെണ്ണിൻ്റെ വാക്കുകൾ അല്ലാഹു തആല കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവൻ ഇടപെട്ടില്ലേ? കോടതിയിൽ സംഭവിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് വിധി വന്നു. അങ്ങനെ ഒരാള് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നീ എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്നതല്ല ഇസ്ലാമിലെ ദാമ്പത്യം. ഉമ്മ, പെറ്റ ഉമ്മയാണ് ഉമ്മ, അല്ലാത്തതൊന്നും ഉമ്മയല്ല എന്ന നിലക്ക് തന്നെ ഖുർആൻ അതിൽ വിശദീകരണം നൽകുന്നുണ്ട്. ആലോചിച്ച് നോക്കോ. ഇങ്ങനെ വളരെ ശക്തമായിട്ട് വിശുദ്ധ ഖുർആൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പാലേരിയിൽ ജീവിക്കുന്ന നമ്മുടെ പെണ്ണുങ്ങളിൽ എത്ര പേര് എൻ്റെ വിവാഹം ഇസ്ലാമിക വിവാഹമായിരിക്കണം, സ്ത്രീധനത്തിൻ്റെ ഇടപാടുള്ള വിവാഹമാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് വിവാഹത്തിന് സന്നദ്ധരായ എത്ര പെണ്ണുങ്ങളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ആരെങ്കിലും ഉണ്ടാവും? സാധ്യത കുറവാണ്. കാരണവന്മാരൊക്കെ കൂടി തീരുമാനിച്ചല്ല, ഇനി ഞാനായിട്ടത് മുടക്കണ്ട, ഒരുപാട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയൊരു ബന്ധമാണ്, ഞാനായിട്ടതിന് മറുപടി ഒന്നും പറയുന്നില്ല, മുടക്കുന്നില്ല എന്ന നിലക്ക് പലപ്പോഴും പെണ്ണുങ്ങൾ വിവാഹത്തിന് രാജിയാകുന്നു. എന്തുകൊണ്ട്? പാലേരി സ്ത്രീധന വിരുദ്ധ മേഖലയായിക്കൂടാ, പ്ലാസ്റ്റിക് വിരുദ്ധ മേഖല, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ബോർഡ് കാണാറില്ലേ നിങ്ങൾ? ലഹരി വിരുദ്ധ മേഖല, ലഹരി മുക്ത മേഖല എന്ന പോലെ സ്ത്രീധന മുക്ത മേഖലയായിട്ട് ഈ പാലേരിയെ നമുക്ക് മാറ്റിക്കൂടെ? വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ നിലയിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വായിക്കുമ്പോഴാണ് നാം ഖുർആനിനെ തിലാവത്ത് ചെയ്യുന്നവരായിട്ട് മാറുക. ജീവിതവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വായനകൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ, ആൾക്കൂട്ടത്തിൽ, മാനുഷിക പ്രശ്നങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ എല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്.
അത് തന്നെയായിരുന്നു പ്രവാചകന്റെ പ്രതിയോഗികൾ പ്രവാചകനിൽ കണ്ട ന്യൂനത. ഇതെന്ത് പ്രവാചകനാണ്? അങ്ങാടിയിലൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നാം ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുന്നവരായിട്ട് തീർച്ചയായിട്ടും മാറും. പറയുന്നത് വിശദാംശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അനുഭവിക്കാനും കഴിയും. അതേസമയം ഖുർആനിനെ നമ്മുടെ മനസ്സ് ഏത് തരത്തിൽ ഉൾക്കൊള്ളണം എന്ന തീരുമാനമാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഖുർആനിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഖുർആൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഖുർആനിനോടൊപ്പം സഹവസിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. നാം മാതാവിൻ്റെ ഗർഭാശയത്തിൽ 10 മാസക്കാലത്തോളം സഹവസിച്ചു. അത് നമ്മിൽ എന്തൊരു മാറ്റമാണ് സൃഷ്ടിച്ചതെന്ന് ആലോചിച്ച് നോക്കാം. ഈ 10 മാസം നമ്മൾ സൃഷ്ടിച്ച മാറ്റം കേവലം ബീജവും അണ്ടവുമായിരുന്ന അവസ്ഥയിൽ കൂടിച്ചേർന്ന് ഇത്രയും കാലം അവിടെ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു ജന്മമായിട്ട് ഞാനും നിങ്ങളും മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഹവസിക്കാൻ നാം തീരുമാനമെടുത്താൽ നാം വീണ്ടും പുനർജനിക്കും. പ്രവാചക കാലഘട്ടത്തിലെ ആദ്യ തലമുറയിലെ മഹാന്മാരായ സ്വഹാബത്തിനെ പോലെ നാം വീണ്ടും പുനർജനിക്കും. ഇപ്പം നമ്മിൽ സിദ്ദീഖുൽ അക്ബർ ഉണ്ടാവും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ ഒക്കെ ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ഫാത്തിമ ബിബി ഉണ്ടാവും, ആയിഷ ബിബി ഉണ്ടാവും, ഖൗല ബിൻത് സാലബ് ഉണ്ടാവും. ഈ ഒരു മാറ്റത്തിനാണ് യഥാർത്ഥത്തിൽ നാം തുടക്കം കുറിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനാൽ ആ നിലയിൽ വളരെ ബോധപൂർവം വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റുവാൻ നമ്മൾ സന്നദ്ധരാവണം. അതോടൊപ്പം ഉണർത്തുകയാണ്, കഴിയുമെങ്കിൽ ഈ വാഴ പരമ്പര അവസാനിക്കുന്നതോടെ ഈ പ്രദേശത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. അതാണല്ലോ വാഴിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് ആ നിലയിൽ ഖുർആൻ പഠിപ്പിക്കുവാൻ ആവശ്യമായൊരു സംവിധാനം വളരെ ശക്തമായിട്ട് ഈ പ്രദേശത്ത് തുടങ്ങുന്നതിനെക്കുറിച്ച് വനിതകളും പുരുഷന്മാരും കൂടി ആലോചിക്കണം. ഖുർആൻ പഠനം, അതിൻ്റെ പാരായണം എന്നത് തീർച്ചയായും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തായ നന്മയാണ് എന്ന് നമുക്കറിയാം. അതിനപ്പുറം മറ്റൊന്നും ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ നമുക്ക് പ്രയോജനകരമായ പാരായണ സീഡികളും അതുപോലെ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ധാരാളമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇനിയും നാം ഇതിനെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ വളരെ ശക്തമായ ഒരു താക്കീത് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായൊരു താക്കീത് ഉന്നയിക്കുന്നുണ്ട്. ഫമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ഈ ദിക്റിൽ നിന്ന്, ഈ ഉത്ബോധനത്തിൽ നിന്ന് ആർ അകന്നു പോകുന്നുവോ അവന് അങ്ങേയറ്റം കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ പറയാം, എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയും. കാശുണ്ടായിട്ടെന്താ? സ്വസ്ഥമായിട്ട് വീട്ടിൽ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ കഴിയണ്ടേ? എന്താ കഴിയാത്തത്? മനസ്സ് അസ്വസ്ഥമാണ് പല കാരണങ്ങളാൽ. മക്കളെക്കുറിച്ച് ഓർത്ത്, കുടുംബത്തെക്കുറിച്ച് ഓർത്ത്, ഭാര്യയെക്കുറിച്ച് ഓർത്ത്, ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥമാണ് മനസ്സ്. എങ്ങനെ ആശ്വാസം കിട്ടും? ഖുർആനിലൂടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ വഴിയില്ല. അവിടെ നമുക്ക് തീർച്ചയായും ആശ്വാസം ഉണ്ടാവും. അതിനാൽ അതിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മങ്കായി പോകും, കുടുസായി പോകും എന്ന് ഖുർആൻ പറയാണ്. മാത്രമല്ല നാളെ പരലോകത്തെത്തുമ്പോൾ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ധനായിട്ട് അല്ലാഹു തആല നമ്മെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ മനുഷ്യൻ അള്ളാഹുവോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. പടച്ചോനെ, എന്നെ എന്താണ് നീ അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചത്? ഞാൻ നന്നായിട്ട് കണ്ണ് കണ്ടിരുന്ന ആളാണല്ലോ, എന്താ പടച്ചോനെ എന്നെ ഇങ്ങനെ ആക്കിയത്? അല്ലേ? ഞാൻ ഈ കണ്ണുകൊണ്ട് എത്ര സീരിയൽ കണ്ടെന്നൊക്കെ പറയും ചിലപ്പോൾ. ഞാൻ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ആസ്വദിച്ചത്, അനുഭവിച്ചത്, എത്ര സമർത്ഥമായിട്ടാണ് ഞാൻ ജീവിച്ചത്. എന്നിട്ട് ഈ പരലോകത്തെത്തിയപ്പോൾ കോടിക്കണക്കായ മനുഷ്യർക്കിടയിൽ പടച്ചോനെ നീ എന്നെ അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചു കളഞ്ഞല്ലോ. മനുഷ്യൻ സങ്കടം പറയാണ്. ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. ഇപ്പോൾ പടച്ചതമ്പുരാൻ്റെ ഒരു മറുപടിയുണ്ട്. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീത. നീ ഓർക്കുന്നുണ്ടോ? നിന്റെ പാലേരിയിൽ ഒരു രാത്രിയിൽ നിന്റെ വീട്ടിനടുത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആനിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? നിന്റെ വീടിൻ്റെ പരിസരങ്ങൾ എവിടെയൊക്കെയോ ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ലേ?
എന്തുകൊണ്ട് നീ അത് ഉപയോഗപ്പെടുത്തില്ല? അതത്സ്ക ആയാത്തുന, അങ്ങനെയാണ്, നമ്മുടെ വചനങ്ങൾ നിന്നെ തേടി വന്നു. ഇന്നത്തെ കാലത്ത് അത് വളരെ അർത്ഥവത്താണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മദീനയിലേക്കോ ഇറാഖിലേക്കോ ഒന്നും പോകേണ്ടതില്ല. അങ്ങനെയൊക്കെ യാത്ര ചെയ്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. മുൻ തലമുറകളിൽ ഇൽമിന് വേണ്ടിയിട്ട് ഹിജ്റ ചെയ്ത കാലം ഉണ്ടായിരുന്നു. ഇന്ന് അല്ലാഹുവിൻ്റെ വചനങ്ങൾ നമ്മെ തേടി വരികയാണ്. വരൂ വരൂ, ഖുർആൻ പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കാണ്. കദാലിക അതത്സ്ക ആയാതുന, നമ്മുടെ വചനങ്ങൾ നിന്നെ തേടി വന്നില്ലേ? ഫനസീതഹ, എന്നിട്ട് നീ അതിനെ മറന്നു കളഞ്ഞില്ലേ? നിനക്ക് നേരം ഉണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു. ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, എന്തൊക്കെ തിരക്കുകളാണ്. ആഴ്ചയിൽ 1-2 മണിക്കൂർ മാറ്റി വെക്കാൻ പോലും കഴിയാത്ത തിരക്ക്. ഫനസീതഹ, നീ ഈ വചനത്തെ മറന്നില്ലേ? വകദാലികൽ യൗമ തുൻസ, അതുകൊണ്ടാണ് നീയും മറക്കപ്പെട്ടത്. ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ഈ മഹാവൻ സഭയിൽ മഹ്ശറിൽ നീ എത്തിയത് മുതൽ കോടിക്കണക്കായ മനുഷ്യർക്കിടയിൽ കണ്ണ് കാണാതെ നീ ഇങ്ങനെ ചവിട്ടി മതിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ കാണില്ലേ? എല്ലാം കാണുന്നുണ്ട്. പക്ഷേ റഹ്മാനും റഹീമുമായ ഗഫൂറും ഗഫാറുമായ പടച്ചതമ്പുരാൻ്റെ മറ്റൊരു മുഖമാണ് അവിടെ കാണുന്നത്. നീ അങ്ങനെ ചവിട്ടി മതിക്കപ്പെടാനുള്ളതാണ്. കാരണം ഖുർആനിക വചനങ്ങളെ നീ ദുനിയാവിൽ പരിഗണിച്ചില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവിടെ പിന്നെ പരിഹാര മാർഗങ്ങളില്ല. ഇനി എങ്ങനെ ഖുർആൻ പഠിക്കാനാ? അതേസമയത്ത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ധാരാളമാണ്. അതിനാൽ വളരെ ബോധപൂർവം എൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് അങ്ങനെ ഖുർആനിനെ സമീപിക്കുവാനും അറിയാനും പഠിക്കാനും ശ്രമിക്കുക. ദാർശനിക തലത്തിൽ ചിന്താപരമായി വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പഠന രീതിയുണ്ട്. അത് ആ നിലയിലുള്ള പണ്ഡിതന്മാരും കഴിവുള്ളവരൊക്കെ ആ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ. അതേസമയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ എങ്ങനെ അനുഭവിക്കണം എന്ന നിലക്ക് തീർച്ചയായും നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. അതാണ് ഈ സന്ദർഭത്തിൽ നാം ഏവരോടും, ഒന്നാമതായി എന്നോടും നിങ്ങളോടും ഉള്ള ഒരേ ഒരു വസിയത്ത്. പടച്ചവനെ, നിന്റെ കലാമിനെ അറിയുവാൻ പഠിക്കുവാൻ ഞങ്ങൾക്ക് നീ സന്മനസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, നിന്റെ കലാമുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.